നമസ്കാരം. GSTയുടെ ജയപരാജയങ്ങൾ വിലയിരുത്താൻ സമയമായിട്ടില്ല. എന്തായാലും കാത്തിരിക്കൂ, ഗുണഫലങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ ഉപഭോക്താവിന്റെ കീശ കീറിപ്പറിച്ചുകൊണ്ടാണ് GST അതിന്റെ മധുവിധു ആഘോഷിക്കുന്നത്. കൂടിയ വില കുറഞ്ഞ ചരിത്രം ഈ രാജ്യത്തില്ലാത്തത് കൊണ്ട് ആദ്യ കുതിപ്പിൽ പാളിയോ എന്നത് പരിശോധിക്കാതെ തൽക്കാലം തരമില്ല. അതുതന്നെയാണ് ഇന്നിപ്പോൾ കേരള സമിറ്റ് ചർച്ച ചെയ്യുന്നത്. ആദ്യ കുതിപ്പിൽ അടിപതറിയോ? ചർച്ചയിൽ പങ്കെടുക്കുന്നവർ BJP നേതാവ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് മാത്യു സെബാസ്റ്റ്യൻ, സാമ്പത്തിക വിദഗ്ധൻ ശ്രീ KP സജീവൻ, ഗുരുവായൂരപ്പൻ കോളേജ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് വിഭാഗം മേധാവി ഡോക്ടർ MG മല്ലികൻ, കേരള സംസ്ഥാന ചെറുകിട വ്യവസായി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ദാമോദർ അവനൂർ. ഒപ്പം വ്യാപാരികളും വിദ്യാർത്ഥികളും പൊതുജനങ്ങളും അടക്കം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, ആദ്യഘട്ടത്തിൽ ഒരു പാളിച്ചയുണ്ടായോ എന്ന് സംശയിക്കാവുന്ന തരത്തിലാണ് ഈ വിലക്കയറ്റം ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ വിലക്കയറ്റമാണ് GST നടപ്പായപ്പോൾ പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് എന്നതാണ് ഒരു പ്രശ്നം. അത് പരിഹരിക്കപ്പെടാവുന്ന ഒരു സംഗതിയാണോ? അല്ല, ആ ഒരു വാദഗതി തന്നെ ശരിയല്ല. കാരണം ഇതൊരു കേന്ദ്ര സർക്കാരിൻ്റെയോ അല്ല സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയോ ആശയമായിട്ട് ആ നിലക്ക് കാണാൻ പാടില്ല. ഓരോ രാജ്യമാണ്, ഒരേപോലെ നിയമങ്ങൾ വരണം. നിയമങ്ങളുടെ ഊരാക്കുടുക്കിൽ കിടന്നുകൊണ്ട് നട്ടം തിരിയുന്ന ജനങ്ങളെ രക്ഷപ്പെടുത്താനുള്ള പോംവഴിയാണ്. സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരിനുമായി 1,00,000 കോടി രൂപ ഇപ്പോൾ കിട്ടുന്ന നികുതി കുറയും. അത് കുറയുമെന്നിരുന്നിട്ടും ഉപഭോക്താക്കൾക്ക് അതിൻ്റെ ഗുണം ഉണ്ടാകണമെന്നുള്ള നിലക്കാണ്. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ഡൽഹിയിൽ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി പോയി. കേരള ഹൗസിലെത്തി. എത്തുന്നതുവരെ അദ്ദേഹം അതിനനുകൂലമായിട്ട് ഉണ്ടായിരുന്ന ആൾ. പിന്നെ രാഷ്ട്രീയമായ കാരണങ്ങളെ അദ്ദേഹം അതിൽ പങ്കെടുക്കാതെ തിരിച്ചു പോകും. തീർച്ചയായും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ പരാജയമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ദൗർഭാഗ്യകരമാണ്. അതിലുണ്ടായിട്ടുള്ള നേട്ടങ്ങളെയും കോട്ടങ്ങളെയും കുറിച്ചൊന്നും പറയാറായിട്ടില്ല. നേട്ടങ്ങളാണ് പ്രകടമായിട്ടുള്ളത്. ഞാൻ ഒരൊറ്റ ഉദാഹരണം താങ്കളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം. എങ്ങനെയാണ് കേരളത്തിൽ കാണുന്നുള്ളത്. ഇപ്പോൾ ഇന്നലെ തന്നെ മിനിങ്ങാന്ന് തന്നെ 103 രൂപയാണ് നമ്മുടെ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചാർജായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അത് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുറയേണ്ടതാണ്. പക്ഷേ എന്താ ചെയ്തത്? 118 ആക്കിയ ഇതിൻ്റെ മറവിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു അർദ്ധ സർക്കാർ സ്ഥാപനമായിട്ടുള്ള അവർ പ്രഖ്യാപിച്ചു. അവസാനം കേരള ക്യാബിനറ്റ് കൂടിയിട്ട് ഇന്നലെ അത് 100 രൂപയാക്കി കുറച്ചില്ലേ? അപ്പം നടപടി എടുക്കേണ്ട സ്റ്റേറ്റാണ്. അതിന് സ്റ്റേറ്റുകൾക്ക് സാധിക്കുകയുള്ളൂ. കേന്ദ്രത്തിന് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് നടപടി എടുക്കേണ്ട സ്റ്റേറ്റാണ്. അതിൻ്റെ അപാകതകൾ പരിഹരിക്കാൻ വേണ്ടി 175 പേർ ഉൾക്കൊള്ളുന്ന അതിനുവേണ്ടിയുള്ള കമ്മിറ്റിയെയും നിയമിച്ച് എല്ലായിടത്തും നടന്നു വരുന്നു. കേരളത്തിൽ ഈ കാര്യത്തിൽ അപാകത ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഹരിക്കണം. ഞാൻ ഒരിക്കലും ഇടതുപക്ഷത്തെ സർക്കാരിനെ കേരളത്തെ മാത്രം അങ്ങനെ പരിഗണിക്കേണ്ടതുണ്ടോ, അല്ല കേരളത്തിൽ മാത്രമാണ് ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. കാരണം ഗുജറാത്തിലടക്കം വ്യാപാരികൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം സ്വാഭാവികമാണ്. കാരണം ഇതിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന അവസരത്തിൽ ഉൽപ്പാദക സംസ്ഥാനങ്ങളായിട്ടുള്ള എന്തുകൊണ്ടാണ് 18 കൊല്ലം നീണ്ടുപോയത്? ഉൽപ്പാദക സംസ്ഥാനങ്ങളുള്ള മഹാരാഷ്ട്ര, തമിഴ്നാട്, അതുപോലെ ഗുജറാത്ത്, ഇവർ നഖശികാന്ത് തീർത്തു. കാരണം അവർക്ക് ഈ നഷ്ടക്കച്ചവടമാണെന്നുള്ളതാണ്. ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളം സഹർഷം സ്വാഗതം ചെയ്യും. അതുകൊണ്ട് അത്തരം സ്റ്റേറ്റുകളിലെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുണ്ട്. സ്വാഭാവികമായും. പക്ഷേ ശ്രീ ദാമോദർ അവനൂർ, അങ്ങനെ ഏതെങ്കിലും നിക്ഷിപ്ത താല്പര്യക്കാരുടെ താല്പര്യം കൊണ്ട് മാത്രമാണോ ഈ വിലക്കയറ്റം ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? എന്തായാലും ഇതിൻ്റെ പ്രകടമായ മാറ്റം എന്നത് GST അനുഭവവേദ്യമാവുന്നത് ഈ വിലക്കയറ്റത്തിലൂടെയാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം. അത് ഈ വ്യാപാരികളുടെ ഇടപെടൽ കൊണ്ടോ അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ കൊണ്ടോ സംഭവിക്കുന്നതാണ്. കൺഫ്യൂഷൻ പ്രിവെയിൽ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്, അതിൻ്റെ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പലരും. അതുകൊണ്ടാണ് ഈ വിലക്കയറ്റം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൺഫ്യൂഷൻ ഇല്ലാണ്ട് ആക്കാൻ പറ്റായിരുന്നു സർക്കാരിന്. കുറച്ച് ട്രാൻസ്പെറൻസി, പ്രൊസീജിയർ എല്ലാം ക്ലിയറായിട്ട് ആദ്യം വന്നായിരുന്നു വെച്ചാൽ ഇത്ര ഈ വിലക്കയറ്റത്തിൻ്റെ ഇഷ്യൂ വരില്ല. പക്ഷേ ചില സാധനങ്ങൾക്ക് എന്തായാലും വില കൂടാൻ പോവുകയാണ്. എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളെല്ലാവരും അനുഭവിക്കുന്ന ഈ കച്ചവടക്കാർ ലെവലിലല്ല ഞാൻ പറയാൻ പോണത് കേട്ടോ. സിമെൻറ്റ് ബേസ്ഡ് പ്രോഡക്ട്സ്, സാധാരണ ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന കട്ട്ല, സിമെൻറ്റ് കട്ട്ല, ഹോളോ ബ്രിക്സ്, അതിനൊക്കെ വില കൂടാൻ പോവുക. അതിൻ്റെ ടാക്സ് 28% വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സിമെൻറ്റ് കട്ട്ല ജനലിനും വാതിലിനൊക്കെ ഉപയോഗിക്കുന്നത് ഒരു ലോവർ ലെവൽ വീടുകളിലാണ് ഇത് ഉപയോഗിക്കുക. മറ്റുള്ളവർക്ക് മരത്തിന് പോവും. അപ്പോൾ ഈ ലോവർ ലെവൽ ആൾക്കാർ ഇപ്പം അനുഭവിക്കാൻ പോകണം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. മുഴുവൻ എക്സോസ്റ്റീവായിട്ട് സ്റ്റഡി ചെയ്ത് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കില്ല ഫോർ വാട്ട് ഓഫ് ടൈം. അങ്ങനെ പല സാധനങ്ങളുടെ വില ഈ റോങ് ഡിസിഷൻസ് കൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ എല്ലാവരും
റേറ്റ് കൂട്ടേണ്ട, കച്ചവടക്കാർ റേറ്റ് കൂട്ടുന്നത് ആ കൺഫ്യൂഷനിലെ അഡ്വാൻറ്റേജ് തൽക്കാലം എടുക്കാൻ നോക്കുകൊണ്ട് മാത്രമാണ്. 1 ലക്ഷം കോടി രൂപയുടെ വരുമാന നഷ്ടം സർക്കാരുകൾക്ക് ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിൻ്റെ നേട്ടം ഉപഭോക്താവിന് ഉണ്ടാവുമെന്നുണ്ടോ എന്നതുകൂടി പരിശോധിക്കേണ്ടതായിരുന്നില്ലേ ആ ഘട്ടത്തിൽ തന്നെ? GSTയുടെ നേട്ടം ശരിക്കും ഉപഭോക്താക്കൾക്ക് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടത് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. കാരണം സർക്കാർ മിഷനറി വേണ്ട രീതിയിൽ ചലിച്ചില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇപ്പോൾ GSTയിൽ പറയുന്നത് എല്ലാ മേഖലകളിലും നമ്മൾ കൊടുത്ത ടാക്സ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ വില നിശ്ചയിക്കുന്ന സമയത്ത് ആ ക്രെഡിറ്റ് എല്ലാം എടുത്തതിന് ശേഷം സാധനത്തിൻ്റെ വില പുതുക്കി നിശ്ചയിച്ച് അതിൻ്റെ മേലെ GST ചുമത്തുകയാണെങ്കിൽ എന്തായാലും ഈ എല്ലാ ചരക്കുകൾക്കും, പ്രത്യേകിച്ച് കൺസ്യൂമർ ഗുഡ്സിനൊക്കെ നല്ല രീതിയിൽ തന്നെ വിലക്കുറവ് അനുഭവപ്പെടേണ്ടതാണ്. പക്ഷേ അത് മാർക്കറ്റിലില്ല. അത് ഏതൊരു ടാക്സ് പരിഷ്കരണം വന്നാൽ തന്നെയും അതിൻ്റെ ബെനിഫിറ്റ് എപ്പോഴും ഇത്തരം രീതിയിൽ ഡയറക്റ്റായിട്ട് ആർക്കാണോ അതിൻ്റെ ഗുണം കിട്ടുന്നത്, ഈ നികുതി പരിഷ്കരണമാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് കച്ചവടക്കാരാണ്. അവർ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അതിൻ്റെ തുടക്കകാലത്തുള്ള ലാഭം മുഴുവൻ അവർ കൊള്ളയടിക്കുകയും ചെയ്യും. ഇവിടെ ഉപഭോക്താക്കൾ കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഈ കൺസ്യൂമർ ഗുഡ്സിന് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ധാന്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പയർവർഗ്ഗങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നികുതി ഒഴിവാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഉപഭോക്താവിന് കിട്ടുന്നില്ല. അവിടെ പാക്ക് ചെയ്തിരിക്കുന്ന സാധനങ്ങൾക്ക് മാത്രമാണ് നികുതി പറഞ്ഞിരിക്കുന്നത്. അതും 5%. അത് മുമ്പുണ്ടായിരുന്ന നികുതിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ പാക്ക് ചെയ്തിരിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അതേ വിലയ്ക്ക് തന്നെ മറ്റ് പാക്ക് ചെയ്യാത്ത ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വിറ്റഴിച്ചും കൊണ്ട് അവർ ലാഭം കൊയ്യുകയാണ്. ഇവിടെ പറയുന്ന സമയത്ത് കച്ചവടക്കാരെ മുഴുവനായിട്ട് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ശരിക്കും നികുതിയുടെ വ്യത്യാസം കൊണ്ട് വില വർധന ഉണ്ടാകുന്ന ചില കമ്മോഡിറ്റീസ് ഉണ്ട്. അപ്പോൾ അവർ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇതാണ്. അല്ല, തീർച്ചയായും അങ്ങനെ കുറെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവാം. ഇതിപ്പോൾ കോഴിയുടെ കാര്യം, ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ ആശങ്കയായി തന്നിരിക്കുന്നത് കോഴിക്ക് വില കൂടുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഹോട്ടലുകളുടെ വിലക്കയറ്റം അടക്കം എല്ലാ കാര്യങ്ങളെയും ബന്ധിപ്പിക്കുന്നത്. കോഴിയുടെ വില ഇത് ഈ പറഞ്ഞതുപോലെ ടാക്സ് ഇല്ലാതാക്കിയ കോഴിക്ക് വില കൂടുന്നു. 118 രൂപയ്ക്ക് നമ്മുടെ തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. 118 രൂപയ്ക്ക് കച്ചവടക്കാരന് കിട്ടുന്ന കോഴിയെ അയാൾ വിൽക്കുന്നത് 140 രൂപയ്ക്കാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇവിടെ ഉപഭോക്താക്കളെ ശരിക്കും തെറ്റിദ്ധരിപ്പിക്കണം. ഉപഭോക്താക്കളോട് പറയുന്നത് എന്താ സംബന്ധിച്ചാൽ, നികുതി കൂടിക്കഴിഞ്ഞാൽ ചരക്കിൻ്റെ വില കൂടും, സാധനങ്ങളുടെ വില കൂടും. നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോഴിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ കോഴിയുടെ നികുതിയും കോഴിയുടെ വിലയും തമ്മിൽ ഒരു ബന്ധമില്ല. കോഴിയുടെ വില കൂട്ടിയിരുന്നത് ഒരിക്കലും നികുതിയല്ലായിരുന്നു. അതിപ്പോൾ നമുക്ക് വളരെ പ്രകടമാണ്. കാരണം നികുതി എടുത്തു കളഞ്ഞിട്ട് 14% നികുതി എടുത്തു കളഞ്ഞപ്പോൾ കോഴിയുടെ വില കിലോയ്ക്ക് 15 രൂപ 16 രൂപ വരെ കൂടുകയാണ് ചെയ്തത്. ഈ 3-4 ദിവസങ്ങളിലുള്ളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അതാണ്. അതോടൊപ്പം തന്നെ സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇതേപോലെ തന്നെ ഈ പ്രശ്നങ്ങളുണ്ട്. സ്വർണ്ണത്തിന് ഇവിടെ വാറ്റ് 5%. അത് GSTയിൽ 3 കുറച്ചു. അപ്പോൾ പറയുന്നത് കോമ്പൗണ്ട് ചെയ്ത ഡീലേഴ്സ്, കോമ്പൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സർക്കാർ അവർക്കൊരു പ്രത്യേക രീതിയിൽ അവരുമായിട്ടുള്ളൊരു അഗ്രിമെൻറ്റിൽ എത്തിയിട്ട് അവർക്ക് അവരുടെ നികുതി ഈ വർഷത്തെ വിൽപ്പനയല്ല, മുൻ വർഷത്തെ വിൽപ്പനയുടെ അടിസ്ഥാനമാക്കിയിട്ട് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് കൂട്ടി വയ്ക്കുക, 15 തുടങ്ങി അങ്ങോട്ട് ആ പെർസെൻറ്റേജ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. ആ ആനുകൂല്യത്തിൻ്റെ മറവിൽ ചില സ്വർണ്ണ കച്ചവടക്കാർ പറയുന്നത് അവർക്ക് 1.15% നികുതിയുള്ളൂ. തീർച്ചയായും തെറ്റായിട്ടുള്ള ഒരു തർക്കമാണ്. അപ്പോൾ ഇത് നികുതിയല്ല, സ്വർണ്ണത്തിൻ്റെ വില നിശ്ചയിക്കുന്ന നികുതിയെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. സ്വർണ്ണത്തിന് 1% സ്വർണ്ണത്തിന് 4% 5% സ്വർണ്ണത്തിൻ്റെ വില അങ്ങനെയാണ്. ഉപഭോക്താവിനോട് സർക്കാർ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഈ പട്ടിക നോക്കൂ, ഇതിനനുസരിച്ച് നിങ്ങൾ പണം കൊടുത്താൽ മതി എന്നാണ്. ആ നിലയ്ക്ക് കച്ചവടക്കാരനും ഉപഭോക്താവും തമ്മിലുള്ള ഒരു ക്ലാഷിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ വ്യക്തത എന്ന സാധനം ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ മല്ലിക, ഈ പ്രശ്നം ഈ MRP നിശ്ചയിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ആദ്യഘട്ടത്തിൽ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. മാത്രമല്ല എല്ലായ്പ്പോഴും സംസ്ഥാനങ്ങൾ അവരുടെ വരുമാനത്തെക്കുറിച്ച് മാത്രം വല്ലാതെ ചിന്തിച്ചു എന്നതാണ് ആത്യന്തികമായി ഉപഭോക്താവിലേക്ക് എത്തുമ്പോൾ ഈ ആദ്യഘട്ടത്തിൽ ഇങ്ങനെയുള്ള എതിരഭിപ്രായങ്ങളും ഇങ്ങനെയുള്ള വിഷമങ്ങളുമൊക്കെ ഉണ്ടാവാൻ കാരണമെന്നാണ് പൊതുവെ കരുതുന്നത്. ശരിയാണ്? സ്വാഭാവികമായിട്ടും നമ്മൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അപ്പം MRP ഇപ്പം നമ്മൾ സാധനം വാങ്ങിക്കാം. ഞാനിപ്പോൾ എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പോയിട്ടൊരു വസ്തു വാങ്ങിക്കുന്ന സമയത്ത് അതിനകത്ത് എത്രയാണ് ആക്ച്വൽ പ്രൈസ് എന്നോ, അതിനകത്ത് എക്സൈസ് ഡ്യൂട്ടി എത്ര കൊടുത്തിരുന്നു എന്നോ, അതിൻ്റെ മുകളിൽ എത്ര സെയിൽസ് ടാക്സ് ഉണ്ടെന്നോ, ഒരു കാര്യം എനിക്ക് മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നതാണ് എൻ്റെ വില. കാരണം നമ്മുടെ സൈക്കോളജിക്കലി നമ്മുടെ വില എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടെന്നും ഈ ഘടകങ്ങളിൽ ആക്ച്വൽ കോസ്റ്റ്, ഇപ്പോൾ നമ്മളൊരു വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ എത്ര രൂപയാണ് ശരിക്കും ആക്ച്വൽ കോസ്റ്റ്, നമ്മൾ വാങ്ങിക്കുന്ന പല വസ്തുക്കളെയും നമുക്കിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ടാക്സ് പേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം വിശ്വസിക്കുന്നത് ഡയറക്റ്റ് ടാക്സ് പേ ചെയ്യുന്ന ആൾക്കാർ മാത്രം. അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങൾ ആരും ടാക്സ് പേ ചെയ്യുന്നില്ല എന്ന് പറയും. ശരിക്കും ഒരു അവെയർനെസ്സിൻ്റെ, ഇപ്പം ഞാനൊരു അധ്യാപിക, എൻ്റെ കുട്ടികളുടെ മുന്നിൽ എനിക്ക് ശമ്പളം തരുന്ന സർക്കാരാണ്. പക്ഷെ ഞാൻ ആരോടാണ് ബാധ്യസ്ഥപ്പെട്ടിട്ടുള്ളതെന്ന് കൃത്യമായ ധാരണ എനിക്കുണ്ടെങ്കിൽ നാട്ടിലെ സാധാരണക്കാരനായിട്ടുള്ള ഒരു ഭിക്ഷക്കാരൻ അയാൾ വാങ്ങിക്കുന്ന ഒരു തീപ്പെട്ടിക്കകത്ത് പോലും എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ കൊടുക്കുന്ന ടാക്സ് എമൗണ്ട് കൊണ്ടാണ് എനിക്ക് സാലറി പേ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും എനിക്ക് റെസ്പോൺസിബിലിറ്റി ആരോടാണ്? പൊതുജനത്തോടാണ്. അപ്പോൾ ഈ ഒരു അവബോധം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നത് രാഷ്ട്രീയക്കാരോ എനിക്ക് പിന്നെയും ബെറ്ററാണ് രാഷ്ട്രീയക്കാരെന്ന് എനിക്ക് തോന്നുന്നത്. അതിനൊന്നുമില്ലെങ്കിൽ അവർ കുറച്ച് കാര്യങ്ങളെങ്കിലും പഠിക്കണം. പക്ഷെ നമ്മൾ ഈ കുറ്റം പറയണ ഈ ആൾക്കാർ
സാധാരണക്കാർക്ക് ഒന്നും തന്നെ ഇത്തരത്തിലേക്ക് എന്താണ് ഒരു ചെറിയ സിമ്പിൾ കാര്യം പോലും നമുക്കറിയില്ല. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന ഒരു വലിയൊരു രാജ്യത്ത്, കോടിക്കണക്കിന് ജനതയുള്ള ഒരു രാജ്യത്ത് ഏതെങ്കിലും 10-100 ബ്യൂറോക്രാറ്റ്സ് ഇരുന്നാൽ ചെയ്യാൻ പറ്റൂല. പക്ഷെ അത് ചെയ്യാൻ കഴിയുമായിരുന്നു ശരിക്കും എല്ലാവരും കൂടി യോജിച്ചിരുന്നിട്ട്. അപ്പോൾ നമുക്കിപ്പം ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ അവെയർനെസ് എന്നുള്ള രീതിയിലേക്ക് ഓരോ സ്ഥാപനം പഠനങ്ങൾ ശരിക്കും ലിങ്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ അങ്ങനെ ലിങ്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ വന്നാൽ മാത്രമേ ജനങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ നാട്ടിലുള്ള ഈ പറയുന്ന രീതിയിലേക്ക് എത്രമാത്രം ടാക്സ് വരുന്നുണ്ട്. സർക്കാർ പട്ടിക പുറത്തിറക്കിയിട്ടൊന്നും കാര്യമില്ല. കാരണം ഇത് സാധാരണക്കാർ പോയി വാങ്ങാൻ നേരത്ത് കച്ചവടക്കാർ പറയണു ഇവർ ക്ലാഷ് അല്ലാണ്ട് എവിടെ പരാതിപ്പെടണമെന്നോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ധാരണ ഒന്നും തന്നെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇവരെന്താ ചെയ്യുക, ഒരു 10 രൂപയ്ക്ക് വേണ്ടി നമ്മൾ അവിടെ നിന്ന് ക്ലാഷ് ഉണ്ടാക്കിയിട്ട് അന്നത്തെ ദിവസം മുഴുവൻ പോകും. അപ്പം ശരിക്കും പറഞ്ഞാൽ മറ്റൊരു രീതിയിലേക്കുള്ളൊരു കാഴ്ചപ്പാട്, ഒരു അവെയർനെസ് നമ്മുടെ നാട്ടിലേക്ക് ഉയർന്നു വന്നാൽ മാത്രമേ ഇന്ത്യയെ പോലെയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് പിടിച്ചേക്കാൻ പറ്റൂ. തീർച്ചയായും. അഡ്വക്കേറ്റ് മാത്യു സെബാസ്റ്റ്യൻ, ഈ വില കുറയും എന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നല്ലോ പല ഉൽപ്പന്നങ്ങൾക്കും. വിലക്കുറവ് എന്നത് ആത്യന്തികമായി ഈ GST നടപ്പാക്കുന്നതിലൂടെ സംഭവിക്കുമോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ കുറഞ്ഞ വില കൂടിയിട്ടില്ല. ഏതെങ്കിലുമൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ കൂടിയ വില കുറഞ്ഞ ചരിത്രം വളരെ അപൂർവമാണ്. അതുകൊണ്ട് അത് സാധ്യമാകുമോ ഇനി? വില കുറയേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇന്നത്തെ GST റേറ്റ്, ഏറ്റവും കൂടിയ GST റേറ്റ് 18ഉം 28ഉമാണ്. പക്ഷേ ഈ 18ഉം 28ഉം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജൂൺ 30 മുമ്പ് എക്സൈസ് ഡ്യൂട്ടി 12.5%, സെയിൽസ് ടാക്സ് വാറ്റ് 14.5%. ഇത് രണ്ടും കൂടി അതായത് 100 രൂപയുടെ ഒരു സാധനത്തിന് 12.5 രൂപ എക്സൈസ് ഡ്യൂട്ടി കൂട്ടി 112 രൂപയുടെ പുറത്താണ് 14% വാറ്റ് ചാർജ് ചെയ്യുന്നത്. അപ്പം അത് രണ്ടും കൂടെ കൂട്ടി വരുമ്പോഴത്തേക്കും ഏറെക്കുറെ 27-28% ടാക്സ് നേരത്തെ വരുമായിരുന്നു. അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും കൂടിയ റേറ്റ് ആയിട്ടുള്ള 28% എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടുന്ന പഴയ ടാക്സിൻ്റെ സെയിം എഫക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നമുക്ക് 18% ടാക്സ് ഉണ്ട്, 12% ടാക്സ് ഉണ്ട്, 5% ടാക്സ് ഉണ്ട്. ഇതെല്ലാം ഒരു ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിലക്കുറവ് അനിവാര്യമാണ്. അതുകൂടാതെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വിമർശനത്തിനിടയാക്കിയത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ, നേരത്തെ ജൂൺ 30 മുമ്പ് ഒരു ഹോട്ടൽ 50 രൂപയുടെ ഒരു ബില്ല് തരികയാണെങ്കിൽ, അതായത് അതിനകത്ത് 42 രൂപ ഭക്ഷണത്തിൻ്റെ വിലയും 5 രൂപ വാറ്റും 3 രൂപ സർവീസ് ടാക്സും, അങ്ങനെയായിരുന്നു അതിനകത്ത് സർവീസ് ടാക്സ്. ഹോട്ടലിലെ ഭക്ഷണം സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു പോയിരുന്നത്. അപ്പം ഒരു 4 രൂപ 5 രൂപയോളം വാറ്റും 3 രൂപ സർവീസ് ടാക്സും കൂടി 50 രൂപയുടെ ബില്ലായിരുന്നു. അപ്പം 42 + 5 + 3 50 അതിന് 1-ാം തീയതിക്ക് ശേഷം പല ഹോട്ടലുകാരും ചെയ്തത് ഈ 50 രൂപയുടെ മേളിൽ നേരെ GST റേറ്റ് 12-18% ചാർജ് ചെയ്യായിരുന്നു. അത് തീർച്ചയായും തെറ്റാണ്. കാരണം അവർ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പഴയ ടാക്സ് എലമെൻറ്റ്, ആ സെൻട്രൽ അതിനകത്ത് സർവീസ് ടാക്സും വാറ്റും പോയി. 30-ാം തീയതിക്ക് ശേഷം വാറ്റില്ല, സർവീസ് ടാക്സ് ഇല്ല. അതിന് പകരം വന്നിരിക്കുന്ന ടാക്സാണ് GST. അപ്പോൾ 50 രൂപ എന്നുള്ള നേരത്തെ മൊത്തം തുകയിൽ നിന്ന് നേരത്തെ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന സർവീസ് ടാക്സും വാറ്റും കുറച്ചതിന് ശേഷം ഈ പറയുന്ന 12% 18% ചാർജ് ചെയ്തിരുന്നെങ്കിൽ വളരെ കുറവ് വിലവായിരുന്നു. ഇന്നത്തെ ഈ വിമർശനത്തിന് കാരണം ഉണ്ടാകില്ലായിരുന്നു. പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ് ഓരോ പ്രദേശങ്ങളിലും. ആ പ്രദേശങ്ങൾ വ്യത്യസ്തമായിട്ടുള്ളത് അതിനുള്ള റൂൾസ് ഉണ്ടാക്കി റൂൾസ് ഏറ്റവും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നടപടി എടുക്കുമെന്നാണ്. തീർച്ചയായും. ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമാണ്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം, ഇപ്പോൾ GST നടപ്പായതിനു ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ, അവിടെ നടക്കുന്ന പ്രൊട്ടസ്റ്റ്, ഇതൊക്കെ പല വിഷയങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ കേരളം പറയുന്ന വിഷയമല്ല തമിഴ്നാട് പറയുന്നതല്ല ഗുജറാത്ത് പറയുന്നത്, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ട്. മാത്രമല്ല ഇത് കടന്നു പോകുന്ന ഈ കാലയളവിലേക്ക് മാത്രം, അതായത് ഒരു 2 മാസം 3 മാസം അല്ലെങ്കിൽ പരമാവധി 6 മാസം ഈ പഴയ പ്രോഡക്ട്സ് മാറി പുതിയ പ്രോഡക്റ്റുകൾ, പുതിയ വില, പുതിയ MRPയിൽ കടകളിലേക്ക് എത്തുന്നത് വരെ ആണോ ഈ ആശങ്ക എന്നതൊക്കെ പരിശോധിക്കാൻ വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ PS ശ്രീധരൻപിള്ള, ഒരു 170 രൂപയുടെ ബില്ലിന് നമ്മൾ 30 രൂപയോളം ടാക്സ് കൊടുക്കേണ്ട അവസ്ഥയാണ് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണ ഉപഭോക്താവ് കാണുന്നത്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ വിലയിരുത്തൽ ഈ GST എന്ന ആ അക്ഷരങ്ങൾ തന്നെയാണല്ലോ അവിടെ കിടക്കുന്നത്. 170 രൂപയ്ക്ക് 30 രൂപയ്ക്കേറെ ഇതിലേറെ ഞാൻ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. GST അതുകൊണ്ട് പരാജയമാണ്. ഇങ്ങനെ വളരെ ഒരു സാധാരണക്കാരൻ്റെ തലത്തിൽ വിലയിരുത്തുന്നത് ശരിയാണ്? പ്രൊഫസർ പറഞ്ഞ കാര്യം അതാണ്. അവയർനെസ് ജനങ്ങൾക്കില്ലാത്തതുകൊണ്ടാണ്. കാരണം ഇത് സെൻട്രൽ ആക്ട് പാസ്സാക്കി അതുമേ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ ചട്ടങ്ങൾ റൂൾസ് ഉണ്ടാക്കേണ്ട സ്റ്റേറ്റാണ്. സ്റ്റേറ്റിന് അധികാരം കൊടുത്തിട്ടുള്ളൊരു നിയമനിർമ്മാണമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്.
അതനുസരിച്ച് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്പെസിഫിക്കായിട്ട് ഇക്കാര്യത്തിൽ ചെയ്യാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിലുള്ള അപാകതകൾ പരിഹരിക്കാൻ 175 പേര് അതിനുള്ള ടീമാക്കിക്കൊണ്ട് അതിനു വേണ്ടി പ്രതിസന്ധി പരിഹാര സമിതി ഓൾറെഡി സെൻട്രലിൽ വെച്ചിട്ടുണ്ട്. അത് വരുമ്പം സെൻട്രലിന് മുമ്പാകെ ഈ പ്രശ്നം വരില്ല. ഇതിവിടെ എങ്ങനെ കാരണം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട പാർട്ട് എപ്പോഴും സ്റ്റേറ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. സെൻട്രലിൽ നേരിട്ട് വന്നിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാനോ നടപടിയെടുക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പം എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് പോലും അതിലുള്ള കർശനമായ നിയമങ്ങൾ പോലും നടപ്പാക്കേണ്ട സ്റ്റേറ്റിനെ സാധിക്കുകയുള്ളൂ. സെൻട്രലിൽ നേരിട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കാര്യത്തിൽ കേരള ഗവൺമെൻറ്, അതുകൊണ്ടാണ് ഞാനിപ്പം ഉദാഹരണം പറഞ്ഞില്ലേ, ഇപ്പം വ്യക്തികൾ കച്ചവടക്കാരെ നമ്മൾ പറയുന്നു, അദ്ദേഹം പറഞ്ഞതും ഹോട്ടലിലെ സ്വകാര്യ കച്ചവടക്കാരെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ സിനിമാ തിയേറ്ററിൻ്റെ കാര്യം നമ്മുടെ ഗവൺമെൻറ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതിനകത്തിൽ ഉള്ള കാര്യം ഞാനിവിടെ പറഞ്ഞല്ലോ. KFDC ഗവൺമെൻറ് കൺട്രോൾ ചെയ്യാവുന്നതായിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു? കേരള ഗവൺമെൻറ് ഇമ്മീഡിയറ്റ്ലി അവരത് ഡയറക്ഷൻ കൊടുത്തുകൊണ്ട് 100 രൂപ ആക്കിയിട്ട് കുറച്ചു. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫേസ്ബുക്ക് വഴി അങ്ങനെ പരാതികൾ നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതൊരു ഏറ്റുമുട്ടലിലേക്ക് പോകുമെന്നുള്ളതാണ്. ഞാൻ രാഷ്ട്രീയമായി എതിർക്കുന്ന സർക്കാരാണെങ്കിലും അക്കാര്യത്തിൽ അവരുടെ ശുഷ്ക നടപടി ഉണ്ടാവും. വിക്ടർ ഹ്യൂഗോന്റെ ഒരു ചൂണ്ടക്കാരൻ്റെ ആ കഥയുണ്ടല്ലോ, ആ പാവപ്പെട്ട ആ ഫിഷർമാൻ. അപ്പോൾ ഈ ചൂണ്ടയിൽ കൊത്തിയ മത്സ്യം യഥാർത്ഥ ചൂണ്ടക്കാരൻ്റെ കയ്യിലേക്ക് എത്തുമ്പോഴേക്ക് തല മാത്രമായി തീരും. അതിൻ്റെ മാംസം മുഴുവനും മറ്റൊരുപാട് ആവശ്യക്കാർ തിന്നു തീർക്കും. അങ്ങനെ ഈ ജനങ്ങളെന്ന ആ മത്സ്യം ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന ആ അവസ്ഥയിലേക്ക്, ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് കിട്ടുമ്പോഴേക്ക് ഇവിടെ നമ്മൾ അവയർനെസ് ഇല്ലാത്ത ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതാണ് കാരണം ഇതാണ് കാരണം എന്നൊക്കെ പറയുമ്പോഴേക്ക് പാവപ്പെട്ട ജനങ്ങൾ വെറും മുള്ളുകളായിത്തീരും. ഈ 130 കോടി ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഈ നിലയ്ക്ക് പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്ന തരത്തിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ വേണമെങ്കിൽ മുള്ളു പോലെയായി മാറും. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? 1 ടാക്സ് അക്രോസ് ദ കൺട്രി, നോ ടാക്സ് അപ്പോൺ ടാക്സ്. ഇത് ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ കൺട്രി വിൽ ബിക്കം വൺ ബിഗ് മാർക്കറ്റ് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ കുറേ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിരിക്കുന്നു ഗവൺമെൻറ്റിന്. ആൻഡ് ബ്യൂറോക്രസി ഇടപെട്ടിട്ട് കൺഫ്യൂഷൻ നല്ലുണ്ട്. I'll tell you an example. അഗ്രികൾച്ചർ ഇപ്പോൾ ഭയങ്കരമായിട്ട് ക്രൈസിസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൊല്യൂഷൻ എന്താ? മെക്കനൈസേഷൻ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുക, എന്നിട്ട് കർഷകന് ബെറ്റർ മാർജിൻസ് കിട്ടാനുള്ളൊരു വഴിയാണ് നോക്കേണ്ടത്. ഇന്ന് അഗ്രികൾച്ചർ മെഷീനറി ഈസ് ടാക്സ്ഡ് അറ്റ് 18%. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഈ ഒരു കർഷകന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. ഇനി ആ റൂൾസ് പോയി നോക്കിയിട്ട് അഗ്രികൾച്ചറിസ്റ്റിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് നോക്കി നോക്കൂ. ഒരു ഇൻഡിവിജ്വൽ ഹൂസ് ഡൂയിങ് കൾട്ടിവേഷൻ, ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി വിച്ച് ഇസ് ഡൂയിങ് കൾട്ടിവേഷൻ, പിന്നെ ഒരു ചെറിയ ഗ്രൂപ്പ്. കൺഫ്യൂഷൻ മാത്രമാണ് അതിലുണ്ടാക്കിയിരിക്കുന്നത്. ഇതിലെന്താ ഗവൺമെൻറ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിളിക്കേണ്ടതായിരുന്നു. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ലൈക്ക് എവറിബഡി എൽസ് വിളിച്ചിട്ട് നമ്മുടെയും കൂടി വ്യൂസ് കണ്ടുകൊണ്ട് ചെയ്തു വെച്ചാൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ. അപ്പോൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് ഒരുപടി കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിരിക്കുന്നു. സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിളിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് ഈ മെസ് ഉണ്ടാക്കാനുള്ള കാരണം. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, അതാണ് കാരണം ഓരോ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമാണ് സ്ഥിതി എന്ന് പറയുമ്പോൾ തന്നെ ഇത് GST എന്നത് ഒരുപോലെ ഒറ്റ ടാക്സ് എന്ന സങ്കല്പത്തെ തകർത്ത് കളയുന്ന തരത്തിലാണ് ആ തീരുമാനങ്ങൾ ഉണ്ടായത്. ശരിയാണ്. ഫെഡറൽ സംവിധാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളെയും കണക്കിലെടുത്ത് ഇത് ചെയ്യാൻ സാധിക്കും. കാരണം ഉൽപ്പാദക സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ആത്മാർത്ഥമായിട്ട് പ്രണവ് മുഖർജിയും ചിദംബരവും ഒക്കെ ശ്രമിച്ചതാണ്. എന്തുകൊണ്ട് നടപ്പാക്കാൻ സാധിച്ചില്ല? ഓരോ തടസ്സങ്ങൾ, ആ തടസ്സങ്ങൾക്ക് അതാത് സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ ന്യായീകരണങ്ങളുമുണ്ട്. ഇപ്പോൾ തമിഴ്നാട് അവർ ഉൽപ്പാദിപ്പിക്കുന്നു. ഇപ്പോൾ കോഴിയുടെ കാര്യം പറഞ്ഞു, കോഴി ഉൽപ്പാദിപ്പിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായിട്ട് അവർക്ക് അർഹിക്കുന്ന തരത്തിലുള്ള ടാക്സ് കിട്ടാതെ ലൂസേഴ്സായിട്ട് അവർ മാറുന്നു. അത് സങ്കല്പത്തിന് നോക്കട്ടെ. ഈ സങ്കല്പം എല്ലാം മനുഷ്യനുണ്ടാക്കുന്നതാണ്. അതാത് സംസ്ഥാനങ്ങളെ ഈ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാതെ ഇത് വൈരുദ്ധ്യമായിട്ട് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇതിൻ്റെ കൗൺസിൽ മീറ്റിങ്ങിൽ എത്രയോ മീറ്റിങ്ങുകളിൽ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്, അതുകൊണ്ടാണ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് ഈ ഇപ്പം രാജ്യസഭയിൽ തന്നെ ഇത് പാസ്സാക്കി എടുക്കണം. 3 കൊല്ലം ശ്രമിച്ചിട്ടും ആരും അടുക്കാത്തൊരു സാഹചര്യം വന്നപ്പം പല വിട്ടുവീഴ്ചകൾ ചെയ്തിട്ട് അവസാനം നിയമമാക്കി കൊണ്ടുവന്നതാണ്. 15 സംസ്ഥാനങ്ങൾ പാസ്സാക്കി എടുക്കുമ്പോഴും അതേ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ കണക്കിലെടുക്കാതെ ഉപഭോക്താക്കൾക്ക് പ്രയോജനം ഉണ്ടാവും. പക്ഷേ ഒരു അടിച്ചേൽപ്പിക്കലല്ല വേണ്ടത്. അതിൽ സമന്വയത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായി. ആ സമന്വയം നടപ്പാക്കുന്നതിലുള്ള സംസ്ഥാനങ്ങളുടെ ആത്മാർത്ഥയാണ് പ്രശ്നം. സാധാരണക്കാർ മനസ്സിലാക്കുന്നത് നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്, അനുഭവിക്കേണ്ടി വരുന്നത് നേരത്തെ പറഞ്ഞ മീനോ നിങ്ങൾ അങ്ങനെയുള്ള ആ കാഴ്ചപ്പാടിന് ഒരു അടിസ്ഥാനമില്ലാത്ത ഇവിടുത്തെ കച്ചവടക്കാർ പലപ്പോഴും കൊള്ളക്കാരെ പോലെ പെരുമാറുന്നു എന്നാണ് സംസ്ഥാന ധനമന്ത്രി പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അത് നടപടിയെടുക്കാൻ നിയമം, നിലവിലുള്ള നിയമം തന്നെ
റൂൾസ് വരേണ്ട ആവശ്യമില്ല, GST നിയമവും ആവശ്യമില്ല. ഇവിടെ അങ്ങനൊരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ 3-4 നിയമങ്ങൾ അതിന് വേണ്ടിയിട്ടുണ്ട്, പിടിച്ച് അകത്തിടാൻ സാധിക്കും. അതിന് സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. പക്ഷേ അതൊരു കുറ്റപ്പെടുത്തൽ രീതി പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൗണ്ടർ ചെയ്യാൻ, ഇപ്പം ജനാധിപത്യ അടിത്തറ എന്താ, എതിർക്കുന്നവനെ മാനിക്കണം. ഇതിൽ സെൻട്രൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള സുതാര്യതയാണ്, സംശുദ്ധതയാണുള്ളത്. ഈ സിസ്റ്റം തന്നെ സുതാര്യമാക്കാൻ വേണ്ടിയാണ്, ടാക്സ് സിസ്റ്റം തന്നെ സുതാര്യമാക്കുക. രാജ്യത്തിന് ഗുണകരമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സുതാര്യത എന്നത് പ്രകടമായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. സുതാര്യതയാണ് ആഗ്രഹിച്ചത്, വിലക്കുറവാണ് ആഗ്രഹിച്ചത്, ഇതൊന്നുമല്ല പക്ഷേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചർച്ചയിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉയർന്നു വന്നിരിക്കുന്ന അവിടെയാണ്. ഇപ്പോൾ ശ്രീധരൻപിള്ള സാർ പറയേണ്ടായിരുന്നു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണെന്ന്. തികച്ചും അല്ല, സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു എന്ന് വരെ ഭരണഘടനയിൽ അമെൻമെൻറ്റ് കൊണ്ടുവരുന്നവരെ. ഈ ഭരണഘടനയിൽ 246A-യും 269A-യും 279A-യും പുതിയ ആർട്ടിക്കിൾ പുതിയ ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞത് ഇത് സ്റ്റേറ്റ് സബ്ജക്റ്റ് എന്നല്ല, ഇംപ്ലിമെന്റേഷൻ പാർട്ട്. അതിൻ്റെ അകത്ത് വയലേഷൻ വന്നാൽ ആക്ഷൻ എടുക്കേണ്ട, ഒരാൾ അറസ്റ്റ് ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പണിഷ്മെന്റ് ആസ്പെക്ട് സ്റ്റേറ്റിന് മാത്രമേ കൈകാര്യം സാധിക്കൂ. അതാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ കേരളത്തിന്റെ ധനകാര്യമന്ത്രിയെ സംബന്ധിച്ചുള്ള അദ്ദേഹം നിസ്സഹായനാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്താ കാരണം വെച്ചാൽ GST ആക്ടിനെ സംബന്ധിച്ചിടത്തോളം GST ആക്ടിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെയാണ്. നിങ്ങൾ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കൂ, അതിൽ പറഞ്ഞിരിക്കുന്നത് സംബന്ധിച്ചാൽ GST കൗൺസിലിന്റെ ശുപാർശ വേണം. ഇപ്പൊ കേരള ധനമന്ത്രിക്ക് വിപണിയിൽ ഇങ്ങനെ കൊള്ള നടക്കുന്നത് ഇടപെട്ടു. ഞാൻ പറയാം, കാര്യങ്ങൾ പറയാം, നോക്കൂ, ശ്രദ്ധിക്കൂ. ഈ GST കൗൺസിലിന്റെ ശുപാർശയ്ക്ക് അനുസരിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ നിയമനിർമ്മാണത്തെ കുറിച്ച് പറഞ്ഞു, റൂൾസ് ഒക്കെ ഏറെക്കുറെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. നിയമം GST സംബന്ധിച്ചുള്ള GSTയുടെ നിയമം ഏറെക്കുറെ റൂൾസ് വന്നു കഴിഞ്ഞിരിക്കുന്നു. നടപടിക്ക് എന്താ സംഭവിച്ചാൽ ഒരു 171 എന്ന് പറഞ്ഞൊരു വകുപ്പ്, CGST ആക്ടാണ് ഞാൻ പറയുന്നത്, കേന്ദ്ര നിയമം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കച്ചവടക്കാരെ സംബന്ധിച്ചോളം കച്ചവടക്കാർ പിരിക്കേണ്ടത്, ഉപഭോക്താക്കളിൽ ഇത് പിരിക്കേണ്ടത് 2 തരത്തിലുള്ള നികുതിയാണ്. ഒന്ന് കേന്ദ്ര ഗവൺമെന്റ് വിഹിതം, അതിനാണ് നമ്മൾ CGST എന്ന് പറയുന്നത്. മറ്റൊന്ന് സംസ്ഥാനത്തിന്റെ വിഹിതം, അതിനാണ് നമ്മൾ SGST എന്ന് പറയുന്നത്. ഈ CGSTയും SGSTയും തീരുമാനിക്കുന്നത് ഇവിടുത്തെ ധനമന്ത്രിയല്ല. ഇനി SGST അങ്ങനെപ്പോൾ ഒരാൾ പറയുമ്പോൾ അറിയാത്ത ആളല്ല. ഞാൻ പറഞ്ഞു വരുന്നത് സെൻട്രൽ നിയമമായി വന്നു, സെൻട്രലിനനുസരിച്ച് വേണം, അതിന് ചട്ടങ്ങൾ സ്റ്റേറ്റ് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇങ്ങനെയൊക്കെയാണ് ആ നിയമത്തോടൊന്നും ഞാൻ തർക്കിക്കുന്നില്ല. എൻ്റെ പോയിന്റ്, രാജ്യത്ത് നിലവിലുള്ള ഒരു വ്യവസ്ഥയിൽ ഒരു കച്ചവട സ്ഥാപനം കൊള്ള നടത്താൻ വേണ്ടിയിട്ട് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിച്ചാൽ ഇവിടെ നിയമ നടപടി, എസെൻഷ്യൽ കമ്മോഡിറ്റി സെൻട്രൽ ആക്ടാ, പക്ഷെ നടപടി എടുക്കേണ്ട ആരാ? വ്യവസായ ഏകോപന സമിതി പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾക്ക് MRPക്ക് മുകളിലുള്ള തുകയ്ക്ക് മിക്കവാറും ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയൂ എന്ന്. അതൊരു വിചിത്രമായ വാദമാണ്. MRPക്കും മുകളിലാണ് ഞങ്ങൾക്ക് വിൽക്കാൻ കഴിയൂ എന്ന് നമ്മുടെ തന്നെ ചർച്ചയിൽ വന്നിരുന്ന് പറഞ്ഞതാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രതിനിധി. അങ്ങനെ എങ്ങനെയാണ് സംസ്ഥാനത്ത് പറയാൻ കഴിയുക? അങ്ങനെ ഒരു തീരുമാനവും നിലപാടും വ്യാപാരിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ നടപടി സ്വീകരിക്കേണ്ടതാരാണ്? തീർച്ചയായിട്ടും ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഒന്ന് മുഴുവിപ്പിക്കട്ടെ. ഇവിടെ CGST ആക്ടിൽ അത് തന്നെയാണ് നമ്മൾ കോപ്പി ചെയ്യുന്നത്. ഒരു സ്റ്റേറ്റിന് വേറൊരു ആക്ട് ഉണ്ടാക്കാൻ കഴിയില്ല. CGST ആക്ടിന് അതേ പർപ്പ് തന്നെയാണ് ഇവിടുത്തെ SGST ആക്ട് എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് ആക്ട് ഉണ്ട്. സാറ് പറഞ്ഞ പോലെ തന്നെ സംസ്ഥാനങ്ങളുടെ ആക്ട് ഉണ്ട്. അത് ആ CGST ആക്ട് അതേപോലെ തന്നെ കോപ്പി ചെയ്യണം. കാരണം അതാണ് GST കൗൺസിൽ ശുപാർശ ചെയ്തേക്കണേ. അതിൻ്റെ 171 വകുപ്പിൽ കൃത്യമായിട്ട് ആൻറ്റി പ്രോഫിറ്ററിങ്ങിൻ്റെ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻറ്റി പ്രോഫിറ്ററിങ്ങിന് നാഷണൽ അതോറിറ്റി രൂപീകരിക്കും. ഈ നാഷണൽ അതോറിറ്റി രൂപീകരിച്ചതിന് ശേഷം നാഷണൽ അതോറിറ്റിയുടെ കീഴിൽ മറ്റ് സമിതികൾ ഉണ്ടാക്കും. ആ സമിതികൾ ഉണ്ടാക്കുന്ന സമയത്ത് സ്റ്റേറ്റിനോട് സമിതി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രൊവിഷൻ അതാണ്. ഈ ആൻറ്റി പ്രോഫിറ്ററിങ്ങിൻ്റെ പ്രൊവിഷൻ വളരെ കൃത്യമാണ്. സാറ് പറയുന്ന മറ്റ് നിയമ നടപടികളാണ്. മറ്റ് നിയമ നടപടി അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇവിടെ എന്താ സംബന്ധിച്ച ഒരു വാറ്റ് ആക്ട് ഉണ്ടായിരുന്നു. വാറ്റ് ആക്ടിൽ ഇതേപോലെ കച്ചവടക്കാരെ ശിക്ഷിക്കാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. ഈ GST ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ആൻറ്റി പ്രോഫിറ്ററിങ്ങിൽ പറഞ്ഞിരിക്കുന്ന കൊള്ള ലാഭം ഉണ്ടാക്കുന്ന കച്ചവടക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കേണ്ടത് നാഷണൽ അതോറിറ്റിയാണ്. ആ നാഷണൽ അതോറിറ്റിയുടെ കീഴിൽ മറ്റ് അതോറിറ്റികൾ ഉണ്ടാക്കണം. എന്തുകൊണ്ട് ഉണ്ടാക്കിയില്ല? ഇപ്പൊ പറഞ്ഞ സാറ് പറഞ്ഞു ഒരു 175 പേരുള്ള ഒരു സമിതി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കൺസ്യൂമേഴ്സിന് ഇങ്ങനെ കൊള്ള ലാഭം എടുത്ത് വെച്ചാൽ എവിടേക്കാ പോകേണ്ടതെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. അതാണ് പോയിന്റ്. അത് ഗവൺമെന്റ് അവയർനെസ് കൊണ്ടുവന്നിട്ടില്ല. ദാറ്റ് ഹാസ് ടു ബി ഡൺ ബൈ ബോത്ത് ദ സ്റ്റേറ്റ് ആൻഡ് ദ സെൻട്രൽ ഗവൺമെന്റ്. ഇവർക്ക് എവിടേക്കാ പോകേണ്ടതെന്ന് അറിയില്ല. അത് ഈ കൊള്ള ലാഭം കച്ചവടക്കാരൻ ലാഭമായിട്ട് മാറും. അതാണ് പറയുന്നത്. ഉപഭോക്താക്കൾ പറ്റിക്കപ്പെടുന്നു. MRPക്ക് മുകളിൽ ഈടാക്കുന്നത് എന്തായാലും കൊള്ള ലാഭമായി പറ്റില്ല സംഗതി. ഈ വിലക്കുറവ് എന്നത് ഇതിപ്പോൾ സംസ്ഥാനത്തിൻ്റെ തലത്തിൽ നിന്ന് മാത്രം, കേരളത്തിൻ്റെ കാര്യം മാത്രമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഡൽഹിയിൽ കടയടച്ച് വ്യാപാരികൾ പ്രക്ഷോഭത്തിൽ ഏർപ്പെടുകയാണ്. 15-ന് ഗുജറാത്തിൽ സമരം നടക്കാനിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ അവർ സമരത്തിലാണ്. ഇങ്ങനെ വ്യാപാരികളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട് എന്നതുകൊണ്ടാണല്ലോ അവർ ഈ സമരത്തിൽ ഏർപ്പെടുന്നത്. പക്ഷേ അതേ സമയം തന്നെ വിലക്കയറ്റം വല്ലാതെ പ്രകടമായി വിപണിയിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഈ സ്ഥിതി ഈ പറഞ്ഞ 2 മാസത്തിനപ്പുറം മാറാൻ സാധ്യതയുണ്ട്. ഈ പുതിയ GST നിയമം വന്നപ്പോൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിനാണ് ഏറ്റവും കൂടുതൽ ഫൈനാൻഷ്യൽ അഡ്വാൻറ്റേജ് ഉണ്ടാകാൻ പോകുന്നത്. അത് നമ്മുടെ ധനകാര്യമന്ത്രി തന്നെ അത് സംസ്ഥാനത്തിനുണ്ടാകും, പക്ഷേ സംസ്ഥാനത്തുണ്ട്.
പക്ഷേ സുതാര്യതയുടെ ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു നിയമ പരിഷ്കാരം വരുന്നു, ടാക്സിൻ്റെ പരിഷ്കാരം വരുന്നു, സുതാര്യതയില്ലെന്ന് പറഞ്ഞു. നമ്മുടെ കേരള SGST ആക്ട് ഇതുവരെയില്ല. ഒരു ഓർഡിനൻസ്, ആ ഓർഡിനൻസ് കൊണ്ടുവന്നത് 28-ാം തീയതിയോ 29-ാം തീയതിയോ ജൂൺ 28-ഓ 29-ഓ 1-ാം തീയതി തൊട്ട് ടാക്സ് പിരിക്കാൻ തുടങ്ങിയാണ്. മനസ്സിലാക്കണം, ഇതുവരെ SGST റൂൾസ് പ്ലേസിലില്ല. ഇറ്റ്സ് നോട്ട് ഇൻ പ്ലേസ്. കൃത്യമായ ഗൃഹപാഠങ്ങൾ സംസ്ഥാനങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. അതാണ് നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ളയും പറയുന്നത്. ഓരോ സ്റ്റേറ്റും റൂൾസ് ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. കേന്ദ്രം നിയമം നടപ്പിലാക്കുകയും ചെയ്യുന്നു. അവിടെയാണ്, അതാണ് സംസ്ഥാനം, അതാത് സംസ്ഥാനങ്ങളുടെ വരുമാനത്തെ കുറിച്ച് മാത്രമാണ് ആകുലപ്പെട്ടത്. എങ്ങനെ ബഹുമാനായിട്ടുള്ള നരേന്ദ്രമോദി നടപ്പിലാക്കിയ നിയമമായതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ഞാനത് സമ്മതിക്കുകയാണ്. എൻ്റെ സംസ്ഥാനത്തിന് ഗുണം കിട്ടും, ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടും പണം. അതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലക്കോ അല്ലെങ്കിൽ ഒരു സാധാ കേരളക്കാരെന്നുള്ള നിലക്കോ ഞാൻ സമ്മതിക്കുകയാണ്. പക്ഷേ എൻ്റെ സംസ്ഥാനത്തിനും എൻ്റെ രാജ്യത്തിനും ഗുണമുണ്ടാകുമ്പോൾ ഈ നാട്ടിലെ സാധാരണ പൗരൻ്റെ എന്നുള്ള നിലയ്ക്ക് എനിക്കെന്താ അതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടാത്തത്? തീർച്ചയായും പോലീസിൽ പരാതിപ്പെടാനും ഫേസ്ബുക്കിലൂടെ പരാതിപ്പെടാനും എത്ര ഉപഭോക്താക്കൾ തയ്യാറാകും എന്ന് തന്നെയാണ് പരിശോധിക്കേണ്ടത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ച തുടരുന്നു. പ്രേക്ഷകരുടെ ചോദ്യങ്ങളിലേക്ക്. ഈ GSTയെ പൊതുസമൂഹം വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഇതിൻ്റെ നിറം കെടുത്തിയെടുത്ത വ്യാപാരികളാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇവിടുത്തെ സാധാരണക്കാരൻ്റെ അജ്ഞത മുതലെടുക്കുകയാണ് ഇവിടുത്തെ വ്യാപാരികൾ. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ കോഴി ഇറച്ചിക്ക് 2 കടയിൽ 2 വിലയാണ്. ഒരു കടയിൽ 140 രൂപയാണെങ്കിൽ മറ്റൊരു കടയിൽ 125 ആണ് വിൽക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ അവർക്ക് GSTയെ പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ പീടികയിൽ വന്നിങ്ങനെ സാധനം വാങ്ങുന്ന സമയത്ത് പീഡിയക്കാരൻ പറയും ഇത് GSTൻ്റെ പേരിൽ വില വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ അച്ഛനും അമ്മയും നിസ്സഹായകരാണ്. അവർക്ക് അതിന് മറുപടി പറയാനുള്ള അതാണ് പറഞ്ഞത്. ഇത് കബളിപ്പിക്കപ്പെടുന്നു എന്ന തോന്നലുണ്ടെങ്കിൽ പോലീസിൽ തന്നെ പരാതിപ്പെടാവുന്ന സാഹചര്യം ഉണ്ടല്ലോ എന്നാണ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ചോദിച്ചത്. പ്രായമായ ആളുകൾക്ക് അവർ വൈകുന്നേരം 6 മണി പണി കഴിഞ്ഞ് സാധനം വാങ്ങുന്ന സമയത്ത് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ പോകാൻ അവർക്ക് കഴിയുമോ? അല്ല, ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെ ആ ബില്ലുകൾ, ഈ പറഞ്ഞതുപോലെ അധികമായി ഈടാക്കുന്ന തുകയെ സംബന്ധിച്ച ബില്ലുകൾ പരാതി രൂപേണ സർക്കാരിനെ അറിയിച്ചാൽ നടപടി സ്വീകരിക്കുമെന്നാണ്. നടക്കുമോ? എത്രത്തോളം പ്രായോഗികം? സാർ, എങ്ങനെയാണ് അതൊക്കെ വിശ്വസിക്കുക? കാരണം ഇവിടെ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊണ്ടേ കൊടുക്കുക, കലക്ടർ കയ്യിൽ തന്നെ പരാതി കൊണ്ടേ കൊടുത്താൽ പരിഹാരം കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു കാലത്ത് ഇതൊക്കെ എങ്ങനെ നടക്കും? ഇതൊക്കെ ആരോടാ പറയുന്നത്? നമ്മൾ ഈ ഡിസ്കഷൻ കാണുമ്പോൾ ആരെങ്കിലും പരസ്പരം ചെളി വാരി അറിയോ അല്ലെ കുറ്റം പറയുകയോ ചെയ്തിട്ട് കാര്യമില്ല. മിസ്റ്റേക്സ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ജനങ്ങൾ, ഈ പറയുന്ന ബഹുഭൂരിപക്ഷം ജനത ഇപ്പുറത്തിൽ ഒന്നും അറിയാതെ നോക്കി നിൽക്കുക. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇന്ത്യയുടെ ഒരു എന്താ പറയുക, വളരെ കൃത്യമായിട്ടുള്ള ഇന്നീക്വാലിറ്റി അല്ലെങ്കിൽ അക്ഷരം എഴുതാനും വായിക്കാനും പോലും അറിയാത്ത ഒരുപാട് ജനത ഇവിടെ കിടക്കുന്നുണ്ട്. ആ ജനതയുടെ മുന്നിൽ നിങ്ങൾ ഈ പറയുന്ന ഒരു സാധനം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വായിക്കാൻ പോലും കേരളത്തിൽ നമുക്കത് ചർച്ച ചെയ്യാം. പക്ഷെ അത്തരം ഒരു കോണ്ടക്സ്റ്റ് നിന്ന്, ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ഒരു പോളിസി നടപ്പിലാക്കുന്ന സമയത്ത് ബാക്കിയുള്ള രാജ്യങ്ങൾ നടപ്പിലാക്കിയതുപോലെയോ നമ്മൾ വിചാരിച്ച പോലെയോ ഒന്നും തന്നെ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് നമ്മൾ അറിയണം. അതാണ് യഥാർത്ഥത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കേസിൽ. അതിലാണ് ഒരു കാര്യത്തിൽ നിയമം 8-ലെ പശു പുല്ല് തിന്നില്ല, നിയമം പാസ്സാക്കാം. അതുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈം പറഞ്ഞിട്ട് ആ ടൈമിനിടയിൽ സ്റ്റേറ്റുകൾ, ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്തമായി വരുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം പരിഹരിക്കാൻ 175 പേരുടെ കമ്മിറ്റിയെ വെച്ചുകൊണ്ട് അതിൽ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഹർഷൻ പറയുന്നതിലൊക്കെ ഞാൻ വരുന്നത് അതുകൊണ്ട് നിയമപരമായിട്ട് അതിനകത്തിൽ കൊള്ളാവുന്നതിനെ കൊള്ളുകയും തള്ളാവുന്നതിനെ തള്ളുകയും ചെയ്തുകൊണ്ടുള്ള ഒരു സമീപനത്തിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് ഇതിൽ തന്നെയുണ്ട്. അത് വരുമ്പോൾ അതൊരു സിവിൽ ഒബ്ലിഗേഷൻ. ഇപ്പോൾ ടാക്സ് കൊടുത്തില്ല, നമ്മൾ പിടിച്ച് ടാക്സ് ഇടാൻ പറ്റുമോ? ടാക്സ് ഇവേഷൻ്റെ പേരിൽ മാത്രമായിട്ട് ഉണ്ട്, ചില പ്രൊവിഷൻസ് ഉണ്ട്. പക്ഷെ പൊതുവിൽ അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ക്രിമിനൽ വരുന്നതല്ല. അതേ സമയത്ത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു 50 രൂപ ഇന്നലെ വരെ ബില്ലിട്ടിരുന്നത് 40 രൂപ, 32 രൂപ അല്ല 40 രൂപയുടേതാണ്. 10 രൂപ 2 ടാക്സുകളുടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സർവീസ് ടാക്സും സർവീസിന് വേണ്ടിയിട്ടും മറ്റേ ടാക്സുമായിട്ട് ഇപ്പോൾ വാറ്റുമായിട്ട് ഇട്ടിരുന്നു എന്ന് പറഞ്ഞു. അതിപ്പോഴ് ഇതും കൂടെ വന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞ റേറ്റും കൂടെ കൂട്ടിക്കൊടുക്കുമ്പം ഇറ്റ് അമൗണ്ട്സ് ടു ചീറ്റിംഗ് ടു ദ പബ്ലിക്. മല്ലിക, ശ്രീ ഹെർസെൽഫ് ആൻ അക്കാദമീഷ്യൻ, ഡോക്ടറേറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത്രയും വിവരവും വിദ്യാഭ്യാസവും നന്നായിട്ട് ഇടപെടാൻ കഴിവുള്ള ശ്രീ മല്ലിക പോലും ഒരു സാധനം കണ്ടിട്ട് അവിടെ 10 രൂപയ്ക്ക് വേണ്ടിയോ കൂടുതൽ വാങ്ങിയതിന് സംസാരിക്കാൻ നിൽക്കുന്നില്ല. ബട്ട് ഒരു സാധാരണക്കാരന് അവൻ അറിയുന്നില്ല ഇതിൽ വാറ്റ് എടുത്തിട്ടുണ്ട്, ഇതിൽ സർവീസ് ടാക്സ് എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ പുറമെയാണ് GST അതായത് SST എല്ലാം കൂട്ടി വരുന്നത്. ഇതറിയുന്നില്ല അവൻ. ഇതറിയാത്ത അവൻ എവിടെ പോയിട്ട് ആരോട് കംപ്ലൈന്റ് ചെയ്യും? അല്ല, പക്ഷേ അതിനിപ്പോൾ തൽക്കാലം സംസ്ഥാന സർക്കാർ ഒരു പട്ടിക തയ്യാറാക്കി. ഇതാണ് ടാക്സ് സൂചിക, ഇതിനനുസരിച്ച് കൊടുത്താൽ മതി എന്ന് പറയുന്നു.
അതാണോ ഒരു ഐഡിയൽ മാർഗം? ഒരിക്കലും അത് പ്രായോഗികമായി വരില്ല. ഇവിടെ നമ്മൾ മുന്നൊരുക്കത്തിൻ്റെ കമ്മി നമ്മൾ നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ മുഴച്ചു നിൽക്കുന്നത്. അതായത് ഇപ്പോൾ ഇന്ന് മാധ്യമം പത്രത്തിൽ നമ്മൾ കണ്ടു, ഈ സ്റ്റോക്ക് നേരത്തെ എടുത്തിരിക്കുന്ന സ്റ്റോക്ക് വിറ്റടിച്ച് തീർന്നിട്ടില്ല ആളുകൾക്ക്. അതുപോലെ സോഫ്റ്റ്വെയർ, ഈ സിസ്റ്റവുമായി ബന്ധപ്പെടുത്തിയ സോഫ്റ്റ്വെയർ എത്തിയിട്ടില്ല. അങ്ങനെ പ്രാഥമികമായി പോലും നമുക്ക് ഈ GST പ്രവേശിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്താതെയാണ് നമ്മൾ ഈ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. പാർലമെന്റിൽ നമ്മൾ രാത്രിയിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കച്ചവടക്കാരനാരാ? സർക്കാരോട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാ. കേരളത്തിന്റെ കണക്കെടുത്ത് പരിശോധിച്ചോളൂ. അവിടെ എനിക്ക് സപ്ലൈകോയിലടക്കം ഈ വിലക്കയറ്റം ഞാൻ അതുകൊണ്ടാണ് ഗവൺമെന്റ് ഒരു സാധനം പറഞ്ഞത്. ഏറ്റവും വലിയ കച്ചവടക്കാരൻ ആയിരുന്നു, അതായത് ഘാട്ട് കരാറിന് മുമ്പ്. കമ്പോള ശക്തികൾ ഭരിക്കട്ടെ, ഗവൺമെന്റുകൾ അതിൽ നിന്ന് മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഘാട്ട് കരാർ ഒപ്പിട്ടതിന് ശേഷം ഇവിടെ ഗവൺമെന്റുകൾക്ക് കച്ചവടക്കാരനോട് ഇടപെടാൻ ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ ഫിലിമിന്റെ കാര്യത്തിൽ പറഞ്ഞു, അത് ഗവൺമെന്റിന്റെ കയ്യിലുള്ളതാണ്. ഇപ്പം അത് അവിടെ കുറവ് വരുത്താൻ വേണ്ടി അവിടെ 3% കുറവ് വരുത്തി. പക്ഷെ സപ്ലൈകോയിൽ കച്ചവടം നടത്തുന്ന സാധനങ്ങൾക്ക് വില കുറഞ്ഞിട്ടില്ലല്ലോ. ഈ പറഞ്ഞ കച്ചവടക്കാരൻ ഈടാക്കുന്ന അതേ സപ്ലൈകോയിൽ ഈടാക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ തെറ്റാണ് മിസ്റ്റർ. കാരണം അരി പോലും ഇപ്പൊ കൊണ്ടുവരാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നു വിത്ത് റെസ്ട്രിക്ഷൻ. ഇപ്പൊ ആന്ധ്രയിൽ നിന്ന് അരി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ അരിയുടെ മേൽ സർക്കാരിന്, ആന്ധ്രാപ്രദേശിലെ സർക്കാരിനും ഇവിടുത്തെ സർക്കാരിനും നിയന്ത്രണം ഏർപ്പെടുത്താൻ അനുവാദമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രധാനപ്പെട്ട ഐറ്റത്തിൻ്റെ എല്ലാം സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആയാലും ബ്രൂവേജ് കോർപ്പറേഷൻ ആയാലും ഇതൊക്കെ വെറും കച്ചവടക്കാരെ മാത്രം പറയണ്ട. അപ്പം ഇവർക്ക് നടപ്പാക്കണമെങ്കിൽ ഈസി ആയിട്ട് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രചരണം നടത്തുകയും ബോർഡ് വെക്കുകയും ഈ കാര്യങ്ങൾ ചെയ്താൽ എന്താ GST ബാധകമല്ല എന്ന് പറയുകയും ഒരു സ്ത്രീപക്ഷമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എന്താ സാനിറ്ററി നാപ്കിന് പോലും GST ബാധകമാണ്. എന്നാൽ അതേസമയം നമുക്ക് മാറ്റി വയ്ക്കപ്പെടാവുന്ന കാര്യങ്ങൾക്ക് ഇത് ബാധകമല്ലാണ്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ എന്താ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഇത് എത്രത്തോളം അതിനെ തീർച്ചയായും ഒരുപക്ഷെ നേരത്തെ ശ്രീ ദാമോദർ പറഞ്ഞതുമായി ചേർന്ന് നിൽക്കുന്നതാണ് ആ വിഷയം എന്ന് തോന്നുന്നു. എന്തിനാണ് പരിഗണന കൊടുക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇത് നടപ്പാക്കുമ്പോഴില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് നൽകുന്നില്ല എന്നതാണ് ശരിക്കും പറഞ്ഞു വരുന്നത്. സ്ത്രീകളെ മാറ്റി നിർത്തുന്നു, ഇവിടെയും സ്ത്രീകളെ അവഗണിക്കുന്നു എന്ന രീതിയിലാണ് സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നത്. തീർച്ചയായും ആ നിലയ്ക്ക് ഏതൊക്കെ കാറ്റഗറിയിൽ പെടുത്തണമെന്ന് തീരുമാനിക്കുന്നത് ജനകീയമായ ചർച്ച നടന്നിട്ടുണ്ടെന്ന സത്യം. എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഏത് കാര്യമാണെങ്കിലും ഒന്ന് നമ്മൾ പെടുത്തുന്നതെന്ന് വെച്ചാൽ അവിടെ ഡിസ്കഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളാണ് അതിൽ പെടുത്തുക. വീണ്ടും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലെ ചർച്ച വരുമ്പം അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്ന സമയത്താണ് നാച്ചുറലി വരിക. അപ്പൊ നേരത്തെ പറഞ്ഞു ടൂറിസം മേഖലയിൽ ഇതേപോലെ തന്നെ പ്രശ്നം വരുന്നുണ്ട്, ഇൻപുട്ട് ക്രെഡിറ്റിന്റെ കേസിൽ വരുന്നുണ്ട്, അഗ്രികൾച്ചർ സെക്ടറിൽ വരുന്നുണ്ട്. മാനുഫാക്ചറിംഗ് സെക്ടറിനാണ് കൂടുതൽ എന്ത് ചെയ്യുന്നു ശക്തമായതുകൊണ്ടും റിച്ചർ സെക്ഷൻസ് ആകുന്നതുകൊണ്ടും ഡിസിഷൻ മേക്കിങ്ങിന്റെ അകത്ത് എന്ത് ചെയ്യുന്നു അവർ കടന്നു വരും. ഇവിടെയാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും പഠിച്ചിട്ട് അതെന്ത് ചെയ്യുന്നു ഇത്തരം കമ്മോഡിറ്റീസും കൂടി ഇതിനകത്ത് പെടുത്തണമെന്നും ഇത് ഇത്ര പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് വെക്കുമ്പോൾ മാത്രമാണ് നമുക്കിത് കിട്ടുക. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സർക്കാരിന് ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണല്ലോ, അല്ലാതെ നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതിന് ശേഷം നടപ്പാക്കുക എന്നതല്ല. കാരണം അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ ജീവിത സാഹചര്യത്തിലുള്ള സമൂഹമാണ് നമ്മുടെ. ഈ 130 കോടി എന്നത് ഏതെല്ലാം വ്യത്യസ്ത സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണ്. അവർ അങ്ങോട്ട് ആവശ്യപ്പെട്ടത് നടപ്പാക്കുക എന്നതാണോ? ഇവർ ഈ വ്യത്യസ്ത സാഹചര്യത്തിലുള്ള സമൂഹമാണ് തിരിച്ചറിഞ്ഞ് നടപ്പാക്കുകയാണ്. നമ്മൾ എലക്ട് ചെയ്തിട്ട് നമ്മൾ ഡെമോക്രസിയിൽ എന്താ പറയണത്, നമ്മൾ ഒരാൾ എലക്ട് ചെയ്യുന്നത് നമുക്ക് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള ധാരണയിലാണ്. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ എന്ത് ചെയ്യുന്നു, ഞങ്ങൾക്ക് കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാർ എലക്ട് ചെയ്യുന്ന ആൾക്കാരെടുക്കുന്ന ഡിസിഷൻ ഒരു ജനതയ്ക്ക് അവരർഹിക്കുന്ന ഭരണകൂടത്ത് കിട്ടും. അപ്പം നമ്മൾ മാറ്റണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ രീതിയിലേക്കുള്ള ഇടപെടലുകൾ നമ്മൾ എല്ലാ റൂൾസും നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അവരുടെ സജീവമായ ചർച്ചകളോ ജനകീയ ഇടപെടലുകളോ അവരിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളോ പരിഗണിച്ചുകൊണ്ടല്ല ഒരു കാര്യം നടപ്പിലാക്കിയിട്ടുള്ളത്. നമ്മളോട് പറയാണ് നിങ്ങൾ ഇത് എന്ത് ചെയ്യണം, അനുസരിക്കണം, ഞങ്ങൾ പറയുന്നു എന്നാണ് പറയുന്നത്. ശരിക്കും ജനാധിപത്യത്തിൽ അതല്ല ചെയ്യേണ്ടത്. ഇപ്പം ഈ കേസിൻ്റെ അകത്ത് മാത്രമല്ല,
മാത്രമല്ല എല്ലാ കേസസിലും ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന തീർച്ചയായും. പക്ഷേ നേരത്തെ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള പറഞ്ഞതുപോലെ നടപ്പാവില്ല എന്നതാണ് പ്രശ്നം. ഈ ഒരു തലത്തിൽ നമ്മൾ ആലോചിച്ചാൽ ഈ പദ്ധതിയെ GST നടപ്പാവാനേ പോകുന്നില്ല എന്നതാണ് പ്രശ്നം. അഡ്വക്കേറ്റ് മാത്യു സെബാസ്റ്റ്യൻ, ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വീണ്ടും കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിൽ ആ നിലയ്ക്ക് മാറ്റം വരുത്താൻ കഴിയും എന്നത്. പക്ഷേ ദേശീയ തലത്തിൽ തന്നെ വേണമല്ലോ നമ്മളിതിനെ കാണാൻ. അതിൻ്റെ സങ്കല്പം തന്നെ അതാണ്. അപ്പോൾ ഈ ഓരോ സംസ്ഥാനങ്ങളെയും വ്യത്യസ്ത തലത്തിൽ ബാധിക്കുന്നു, വ്യത്യസ്ത പ്രക്ഷോഭങ്ങൾ അവിടെ നിന്ന് ഉയർന്നു വരുന്നു. അപ്പോൾ അതിനെ ആദ്യഘട്ടത്തിൽ തന്നെ വഴങ്ങിക്കൊടുക്കുന്ന സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു. അതായത് മഹാരാഷ്ട്രയുടെ കാര്യത്തിലും തമിഴ്നാടിൻ്റെ കാര്യത്തിലും ഒക്കെ സംഭവിച്ചതാണ്. ഇനിയും ധാരാളം പ്രക്ഷോഭങ്ങൾ ഉണ്ടാവാം. അതിനനുസരിച്ച് ഇത് വീണ്ടും ഓരോ സംസ്ഥാനങ്ങൾക്കും വഴങ്ങിക്കൊടുക്കുന്ന ഒരു സമീപനം ഉണ്ടായാൽ, ഓരോ വിഷയത്തിലും അല്ലെങ്കിൽ ഓരോ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ പൂർണ്ണമായി GST എന്ന സങ്കല്പം തന്നെ മാറിയില്ലേ? നമ്മളുടെ പ്രധാന വിഷയം GSTക്ക് ശേഷം വില കുറയുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതൊരു പരിഷ്കാരമാണോ എന്നുള്ളതാണ്. പരിഷ്കാരമാണ്. എന്തുകൊണ്ടെന്ന് ഞാൻ പറയാം. വില എന്തുകൊണ്ട് കുറയുമെന്ന് ഞാൻ പറയാം. ജൂൺ 30 മുമ്പുള്ള ഇവിടുത്തെ നികുതി വ്യവസ്ഥ അനുസരിച്ച് ഒരു വ്യാപാരി ഒരു സാധനം വിൽക്കുകയാണെങ്കിൽ, ഒരു റീറ്റെയിലർ സാധനം വിൽക്കുകയാണെങ്കിൽ, അയാൾക്ക് ആകപ്പാടെ കിട്ടുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് അതിന് മുമ്പിലത്തെ വ്യാപാരി കൊടുത്ത വാറ്റിൻ്റെ ക്രെഡിറ്റ് മാത്രമാണ് അയാൾക്ക് കിട്ടുന്നത്. അതിന് മുമ്പ് ജൂൺ 30 മുമ്പ് ഒരു ഉൽപ്പാദകൻ ഒരു ഡിന്നർ സെറ്റ് നമ്മൾ മനസ്സിലോർക്കുക. ആ ഡിന്നർ സെറ്റ് ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുകയാണ്. 12-15% അതിൻ്റെ എക്സൈസ് ഡ്യൂട്ടി. അത് അയാളുടെ സോൾ ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുത്തു. അവിടെ സോൾ ഡിസ്ട്രിബ്യൂട്ടർക്ക് അതിൻ്റെ എക്സൈസ് ഡ്യൂട്ടിയുടെ ക്രെഡിറ്റ് കിട്ടുന്നില്ല. ആ ഉൽപ്പാദകൻ ചാർജ് ചെയ്ത വാറ്റിൻ്റെ ക്രെഡിറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. എക്സൈസ് ഡ്യൂട്ടി 15%, ഉൽപ്പാദകൻ കൊടുത്തിരുന്ന കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിരുന്ന എക്സൈസ് ഡ്യൂട്ടിയുടെ ക്രെഡിറ്റ് ആർക്കും കിട്ടുന്നില്ലായിരുന്നു. ജൂലൈ 1 ശേഷം ആ വ്യവസ്ഥ പൂർണ്ണമായിട്ട് മാറി. ഉൽപ്പാദകൻ കൊടുക്കുന്ന ടാക്സ് തൊട്ട്, ഫാക്ടറിയിൽ കൊടുക്കുന്ന ടാക്സ് തൊട്ട് 4-5 കൈമറിഞ്ഞ് വരുന്ന റീറ്റെയിലറുടെ അരികിൽ വന്നാൽ മുഴുവൻ ടാക്സിൻ്റെയും ക്രെഡിറ്റ് അവസാനത്തെ റീറ്റെയിലർക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ GST വന്നതിന് ശേഷം വില കുറയേണ്ടതാണ്. അത് അടുത്ത 2 ആഴ്ചക്കുള്ളിലോ 2 മാസത്തിനുള്ളിലോ നടന്നിരിക്കുകയില്ല. ഒരുപക്ഷെ അതെടുക്കാൻ സമയം എടുക്കുമായിരിക്കും. അത് ആത്യന്തികമായിട്ട് ഇതാണ് സംഭവിക്കേണ്ടത്. കാരണം ഇതാണ്. പക്ഷേ ഈ MRP നിശ്ചയിക്കുന്ന കാര്യത്തിൽ അടക്കം നമ്മൾ ഈ പല ഉൽപ്പന്നങ്ങളുടെയും കാര്യം നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഈ ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെയൊക്കെ മാറ്റി നിർത്താം. മറ്റു ഉൽപ്പന്നങ്ങൾ നല്ല മാർജിൻ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് മിക്കവാറും എല്ലാം. അവരെല്ലാം കച്ചവടക്കാരന് എത്ര വേണം വിഹിതം എന്നതും ആദ്യം തന്നെ പഠിച്ച്, ഈ ഡിസ്ട്രിബ്യൂട്ടർക്ക് എത്ര വേണം വിഹിതം എന്നതും പഠിച്ച്, ഈ ഉൽപ്പന്നത്തിൻ്റെ യഥാർത്ഥ വിലയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു MRP ആണ് നിശ്ചയിക്കുക. ആ നിലയ്ക്ക് ഇനി അടുത്ത ഘട്ടത്തിൽ വീണ്ടും അത് നിശ്ചയിക്കാനുള്ള ഒരു അവസ്ഥ കൂടി. അതെ, മിനറൽ വാട്ടർ അടക്കം. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വരെ എങ്ങനെയാണ് വില കുറവ് എന്നത് ഇനി സാധ്യമാവുക? MRPയെ കുറിച്ച് ഒരു വാക്ക്. ജൂൺ 30 മുമ്പ് ഇവിടെ പാക്കേജ് കമ്മോഡിറ്റി പല പാക്കേജ്, ടൂത്ത് പേസ്റ്റ്, പൗഡർ, ഈ വക സാധനങ്ങളെല്ലാം അതിൻ്റെ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി തീരുമാനിച്ചിരുന്നത് അതിൻ്റെ MRPയിലാണ്. MRPയിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ MRP പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. 100 രൂപയാണ് MRP പ്രിൻറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി 15% ആണെങ്കിൽ 100 രൂപയുടെ പുറത്ത് 15% ചാർജ് ചെയ്യില്ല. ഒരു അബൈറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. 50% അബൈറ്റ്മെൻറ്റ്, വാല്യൂവിൽ 50% അബൈറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ 35% അബൈറ്റ്മെൻറ്റ്. 100 രൂപ വിലയുള്ള MRP പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ എക്സൈസ് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് അബൈറ്റ്മെൻറ്റ് കഴിച്ചിട്ട് 50 രൂപ ആയിരിക്കും അതിൻ്റെ അസസബിൾ വാല്യൂ. അതിൻ്റെ പുറത്ത് 15% ചാർജ് ചെയ്ത് ആണ് എക്സൈസ് ഡ്യൂട്ടി തീരുമാനിച്ചുകൊണ്ടിരുന്നത്. ഇനി ജൂലൈ 1 ശേഷം GSTയിൽ ആ MRP ബേസ്ഡ് അസസ്മെൻറ്റ് മാറിപ്പോയി. ഇനി MRP ബേസ്ഡ് അസസ്മെൻ്റ് ഇല്ല. ഇനി എല്ലാം നിങ്ങൾ ഒരു മാനുഫാക്ചറർ, ഒരു പ്രൊഡ്യൂസർ അയാളുടെ അടുത്ത ആൾക്ക് കൊടുക്കുന്ന ചാർജ് ചെയ്യുന്ന വിലയുടെ ഒരു ശതമാനമായിട്ടാണ് ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് MRP ബേസ്ഡ് അസസ്മെൻറ്റ് പോയി. പക്ഷേ ഇനിയും MRPയേക്കാൾ കൂടുതൽ ഒരു വില ഒരു വ്യാപാരിക്കും ചാർജ് ചെയ്യാൻ പാടാൻ പറ്റത്തില്ല. കാരണം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ലീഗൽ മെട്രോളജി. അതാണ് ഞാൻ സൂചിപ്പിച്ചതാണ്. MRP നിശ്ചയിക്കുന്നത് തന്നെ ഇതിനെ എല്ലാം അറിയണം. ഇതിനെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ MRP നിശ്ചയിക്കപ്പെടുന്നത് തന്നെ. അതെ. അപ്പോൾ ആ കാര്യത്തിൽ ഈ MRP നിർണയത്തിൽ ഒരു വ്യക്തത ഈ GST നടപ്പാക്കുന്നതിന് മുമ്പ് ഉണ്ടായിട്ടില്ല എന്നതാണ്. അത് ശരിയാണ്. MRPയെ കുറിച്ച് GSTയിൽ ഒരു പരാമർശനവുമില്ല. പക്ഷേ എങ്കിലും വ്യാപാരികൾ പറയുന്നുണ്ട് MRPയേക്കാൾ കൂടുതൽ വില ഞങ്ങൾ ചാർജ് ചെയ്യുന്നു. അത് ചെയ്യാൻ പാടില്ല, അത് കുറ്റകരമാണ്. ലീഗൽ മെട്രോളജിക്കാർ ആക്ഷൻ എടുക്കും. എങ്ങനെയായിരിക്കും ഈ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ തുടർന്നങ്ങോട്ട് കഴിയുക എന്നതും പരിശോധിക്കാൻ വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേള. വീണ്ടും ചർച്ചയിലേക്ക് സജീവൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സംശയം വന്നല്ലോ. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. കാരണം സംശയം ചോദിക്കുന്ന ആളുകളിൽ ഈ ടൈല് വിൽക്കുന്ന ആൾക്കാരുണ്ട്, ഇമ്പോർട്ട് ചെയ്തുകൊണ്ടുവന്ന ടൈല്.
അപ്പോൾ അവർ പറഞ്ഞ ഇവിടെ എത്തിയതിനു ശേഷം പ്രൈസ് നിശ്ചയിച്ച് അവർ 70 രൂപയാണ് ടൈലിന് MRP നിശ്ചയിച്ചത്. സ്റ്റിക്കർ ഒട്ടിച്ച ടൈലാണ്, സ്റ്റോക്ക് അതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഇതിൻ്റെ 14% അതിൻ്റെ വാറ്റ്. ഇപ്പോൾ അത് 28%. അപ്പോൾ ഇത് കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ അടച്ചവർ കൊണ്ടുവന്നതാണ്. ഇതിനകത്ത് അവർക്ക് വേറൊന്നും തന്നെ കിഴിവ് കിട്ടാനില്ല. അപ്പോൾ 28% കഴിയുമ്പോൾ അവരെടുക്കുന്ന പ്രോഫിറ്റ് അവർ പറഞ്ഞ് 10 രൂപയാണ് അവരൊരു പീസും എടുക്കുന്നത്, സ്ക്വയർ ഫീറ്റിൽ എടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എന്താ സംഭവിച്ചാൽ അവർ 13% കൂടി കൂടുതൽ ടാക്സ് കൊടുക്കണം, 28%. അപ്പോൾ ഈ കൂടുതൽ വരുന്നവരെന്ത് ചെയ്യും? പക്ഷേ അത് പറഞ്ഞിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് MRP അങ്ങനെ പുതുക്കി നിശ്ചയിക്കാം, പഴയ സ്റ്റിക്കറും പുതിയ സ്റ്റിക്കറും ഒട്ടിച്ചിരിക്കണം. ഇങ്ങനെ വരുന്ന വ്യത്യാസമുള്ള കേസുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വില കൂട്ടിയാണ് വിൽക്കുന്നതല്ലോ. ഈ വില കൂട്ടുന്ന അവരെ പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് അവർ പറയുന്നത്രേ ഉള്ളൂ, 10-11% അവർ എടുത്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അവർ 13% കൂടുതൽ ടാക്സ് കൊടുക്കണം. അപ്പോൾ ഈ MRPയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ ജെനുവിൻ കേസ് നമ്മൾ കാണാതെ പോകരുത്. നമ്മൾ കണ്ണടച്ചിട്ട് ഇപ്പോൾ MRP സംബന്ധിച്ചോളം ഭയങ്കര വലിയ ലാഭമായിട്ടിരിക്കുന്നതെന്ന് ഇവിടെ എല്ലാ ഉപഭോക്താക്കളും പോയിട്ട് എന്താ ഈ ചെറിയ സാധനങ്ങൾ മുഴുവൻ ഇപ്പോൾ പറഞ്ഞ പോലെ സോപ്പായാലും ശരി, പൗഡർ ആയാലും ശരി, ആ MRP കൊടുത്തിട്ടല്ലേ വാങ്ങിക്കുന്നത്. അല്ല, ഈ MRP നിശ്ചയിക്കുന്നത് തന്നെ ഈ പറഞ്ഞ യഥാർത്ഥ വിലയേക്കാൾ വളരെ കൂടുതലാണ് പറയുന്നത്. അതുകൊണ്ട് ഉദാഹരണം പറഞ്ഞത് അതല്ലാത്ത കേസുകൾ നമ്മൾ പരിഗണിക്കേണ്ടി വരും. അതല്ലാത്ത കേസുകൾ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അതാണ് ഈ ഉയർത്തി കാണിക്കുന്നത്. നേരത്തെ മാത്യു സാർ പറഞ്ഞത് ഒരു വാദത്തോട് പ്രതികരണമാണ്. 2-3 മാസം കഴിയുമ്പോഴേക്കും ഇത് ശരിയായി വരും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. വരണമെന്നുള്ള പ്രതീക്ഷയുണ്ട്. നമ്മള് ഒരു ചെറിയൊരു കഥ 2 വാക്യത്തിലേക്ക് പറയാം. നല്ല മത്സ്യത്തിന്റെ ഗന്ധമുള്ള നാട്ടിലേക്ക് കടപ്പുറത്തേക്ക് നഗരത്തിൽ നിന്നൊരു പെൺകുട്ടി വിവാഹം കഴിച്ച കഥയുണ്ട്. അവള് ധരിച്ചത് അവള് വന്നതിന്റെ ശേഷം കടപ്പുറത്തെ മീനിന്റെ ഗന്ധമൊക്കെ പോയി എന്നുള്ളതാണ്. ശരിക്കും അവള് പൊരുത്തപ്പെടുകയാണ്. ഇതേപോലെയാണ് നമ്മളുടെ ഇന്ത്യൻ ജനത, പലരെയും പരിഗണിക്കണം. പക്ഷെ അത് അങ്ങനെ നോക്കി കണ്ടതല്ല, ആ പ്രശ്നം അങ്ങനെ നോക്കി കണ്ടതല്ല. ഇവ പറയുന്നത് സംബന്ധിച്ച GST സംബന്ധിച്ചോളം നേരത്തെ പറഞ്ഞു ബോധവൽക്കരിക്കപ്പെട്ടിട്ടില്ല. ഈ ബോധവൽക്കരണം എന്നുള്ളത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? GST സംബന്ധിച്ചോളം GSTയുടെ നിയമം വന്നു കഴിഞ്ഞതിന് ശേഷം അത് ഏറെക്കുറെ എല്ലാ സൈറ്റുകളും അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വന്നുകൊണ്ടിരിക്കുന്ന റൂൾസ് എല്ലാ സൈറ്റിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻവോയ്സ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിൽ അധികം വിവരമുള്ള ആൾക്കാരാണ്. ഇനി അടുത്തിരിക്കുന്ന ഒരാൾ വിവരമില്ലാത്ത ആളാണെങ്കിൽ വിവരമുള്ള ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാം. ഈ ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ പറയുന്നത് 1-2 മാസം കൊണ്ട് ജനങ്ങൾ ഇത് പഠിക്കും. നമ്മൾ ഇതുവരെ പഠിക്കാതിരുന്ന എന്താ? GST വരുന്നുണ്ട്. അത് നമ്മൾ പക്ഷേ ഈ പ്രായോഗികമായ കാര്യമാണോ? ആളുകൾ ഈ പരാതി ഫേസ്ബുക്ക് വഴി നൽകുക, ഫേസ്ബുക്കിലൂടെ കംപ്ലൈന്റ് ചെയ്യാം. ഇപ്പൊ സാറ് പറയുന്നു റൂൾസ് ഒക്കെ ഇതിലായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അപ്പോഴും സാധാരണക്കാരെ ജനങ്ങൾ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല? കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുവിധം എല്ലാവരും സാക്ഷരരാണെന്ന് പറയാം, അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാം. മറ്റെല്ലാ സംസ്ഥാനങ്ങളെ വെച്ച് പരിഗണിക്കുമ്പോഴും ഒത്തിരി സാധാരണക്കാരുള്ളതാണ്. അപ്പൊ സാധാരണക്കാരുടെ ഇടയിൽ ഒരു അവയർനെസ് ആണ് ഉണ്ടാവേണ്ടത്. സോഷ്യൽ മീഡിയകൾ വഴി വികാരം മനസ്സിലാക്കുന്നു. മൊബൈൽ കയ്യിലുണ്ടല്ലോ. ഈ കേരളത്തിലുള്ള അധികം പേർക്ക് മൊബൈലും ഉണ്ട്, നെറ്റ് കണക്ഷനും ഉണ്ട്. എല്ലാവരും അവരുടെ ആവശ്യത്തിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. വാട്സാപ്പ് ഉപയോഗിക്കാത്ത ഒരാൾ ഇവിടെ കാണില്ല. ഞാൻ ചോദിക്കട്ടെ, കുട്ടി പറയുന്ന പോലെ നമ്മൾ ഈ സാധാരണക്കാരെ ഉയർത്തി കാണിച്ചിട്ട് നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് അനാവശ്യമായിട്ട്. നമ്മളിങ്ങനെ പറയുകയാണ്, കാരണം വിവരമില്ല. കുട്ടിയെ നോക്കൂ, ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ നമ്മൾ പറയുന്നുണ്ട്. ജനാധിപത്യം എന്ന് എപ്പോഴും പറയുമ്പോഴും ശരിക്കും ജനങ്ങളുടെ ആധിപത്യം ഇവിടെ പലപ്പോഴും കാണുന്നില്ല. സാറ് പറഞ്ഞ പോലെ അർദ്ധരാത്രി ആവുമ്പോ എപ്പോഴും എല്ലാവരും അതിന് കുട്ടിക്ക് ഒരു ഉത്തരം പറഞ്ഞുതരാം. കുട്ടി പറയുന്ന പോലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനകത്ത് ആരും ചർച്ച ചെയ്യാത്ത പ്രശ്നം എന്താണെന്നറിയോ? ഇതുവരെ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം കേന്ദ്രം കവർന്നെടുത്തു. ആർക്കും പ്രതിഷേധമില്ല. ഇപ്പൊ കുട്ടി പറഞ്ഞു ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞു. ഈ ജനാധിപത്യത്തിൽ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രതിഷേധിച്ചില്ല, ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരാളും പ്രതിഷേധിച്ചില്ല. ഈ ഫെഡറൽ സംവിധാനത്തിന് ശരിക്കും കടക്കി കത്തിവെച്ചതാണത്. ഈ സ്വാതന്ത്ര്യത്തെ ഇപ്പം നമ്മുടെ ധനകാര്യമന്ത്രി അദ്ദേഹം കൊഴുപ്പ് നികുതി കൊണ്ടുവന്നു 2016. ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. ലോകത്തുള്ള പല മാസികകളിലും പ്രസിദ്ധീകരണങ്ങളും ഇത് ചർച്ചയ്ക്ക് വന്നു. കൊഴുപ്പ് നികുതി കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഈ പെട്ടിയും തൂക്കി വന്നു കഴിഞ്ഞാൽ ആ പെട്ടിക്കകത്ത് ഒന്നും ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന്റെ അധികാരമാണ് കവർന്നെടുത്തിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളുടെ അധികാരവും കേന്ദ്രം കവർന്നെടുത്തു. ആരെങ്കിലും പ്രതിഷേധിച്ചോ? ഈ സ്റ്റേറ്റ്സിന്റെ കഴുത്തിന് കത്തി വെച്ചു എന്ന് സാർ പറഞ്ഞ വരി അത് ഉണ്ടായിട്ടില്ല. സ്റ്റേറ്റ്സിന്റെ പ്രഷർ വന്നുകൊണ്ട് മാത്രമേ ഡെവല്യൂഷൻ വന്നിരിക്കുന്നത് GSTയിൽ. സ്റ്റേറ്റ്സിന്റെ പ്രഷറിന് വഴങ്ങി കൊടുക്കേണ്ടി അതാണ് സ്റ്റേറ്റ്സ്. അദ്ദേഹം ഉദ്ദേശിച്ചത് സംസ്ഥാനങ്ങളുടെ പ്രഷർ ഉണ്ടായിട്ടുണ്ട്, സ്വാഭാവികമാണ്. സംസ്ഥാനം അവരുടെ വരുമാനത്തെ കുറിച്ച് മാത്രമാണ് ഈ ഘട്ടത്തിൽ ചിന്തിച്ചിട്ടുള്ളത്. പക്ഷെ സാധാരണക്കാരൻ സംസ്ഥാനങ്ങൾക്ക് അവരുടെ കൺട്രോൾസ് ഉദ്യോഗസ്ഥന്മാർക്ക് വിടാൻ റെഡി ആയിരുന്നില്ല. അതാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ 1.5 crores വരെ ഒരു 80% സ്റ്റേറ്റിൻ്റെ കൺട്രോളിൽ, 20% സെൻറ്ററിൻ്റെ കൺട്രോൾ, അങ്ങനെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. തെറ്റാണ്. ഭരണഘടനയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും. ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നതാണ് ചരക്കുകളുടെ മേലെ നികുതി ചുമത്താനുള്ള അവകാശം. അത് സ്റ്റേറ്റുകൾക്കാണ്, സ്റ്റേറ്റുകൾക്ക് മാത്രമായിരുന്നു.
അതിപ്പോ മാറ്റിയിട്ട് 246A എന്നുള്ള പുതിയ ആർട്ടിക്കിൾ കൊണ്ടുവന്നിട്ട് ഭരണഘടനയിലെ 101 അമൻമെന്റ് ഒരു ദിവസമൊക്കെ 1 കോടി രൂപ വാങ്ങുന്ന കൊണ്ടുവന്നത് ഈ സംസ്ഥാനത്തിന്റെ അധികാരം കൂട്ടുപങ്കാളിത്തമാക്കി. അതിനാണ് നോക്കൂ, ഞാനും താങ്കളും പറയേണ്ടത് മാത്രമല്ല, അല്ല സംസ്ഥാനത്തിന്റെ അധികാരം കൂട്ടുപങ്കാളിത്തമാക്കി. അല്ലെന്ന് പറയട്ടെ, അദ്ദേഹം പറയട്ടെ. കാരണം ശ്രീധരൻ സാർ വക്കീലാണ്, ഞാൻ നികുതി വകുപ്പിൽ ജോലി ചെയ്തപ്പോൾ ഞാനും വക്കീലാണ് ഇപ്പോ. അപ്പൊ ഞങ്ങൾ ഇത് ഭരണഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ്. നോക്കൂ, അതിൽ ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ 3 ലിസ്റ്റ് ഉള്ളതിൽ സ്റ്റേറ്റ് ലിസ്റ്റും സെൻട്രൽ ലിസ്റ്റും ഉള്ളതിൽ സെൻട്രൽ അത് കവർന്നെടുത്തെങ്കിൽ സിംപിളി ഒരൊറ്റ പെറ്റീഷൻ കൊടുത്ത് ആ നിമിഷം അനുവദിച്ചു. ഇപ്പൊ എതിർത്തോളൂ. ഇപ്പൊ ഞാൻ പറയാം, ഒരു രാഷ്ട്രം പറയേണ്ടെന്ന് വിചാരിച്ചാണ് കേരളത്തിന്റെ സർക്കാരിന്റെ ഖജനാവിൽ നിന്നുള്ള പൈസ ചെലവാക്കിയിട്ട് ഇതിനെ സ്വാഗതം ചെയ്യാൻ ആ പാർട്ടി പരിപാടി പങ്കെടുക്കാൻ ഡൽഹിയിലെത്തി, കേരള ഹൗസിൽ എത്തിയില്ലേ നമ്മുടെ ധനകാര്യമന്ത്രിയും അതിന്റെ കൂടെയുള്ള ആളുകൾ. രാഷ്ട്രീയമല്ല. അവിടെ ചെന്നപ്പോ എന്താ മനമാറ്റം ഉണ്ടായി? അവിടെ ചെന്നപ്പോ എന്താ മനമാറ്റം ഉണ്ടായി? അവിടെ ചെന്നപ്പോ എന്താ മനമാറ്റം ഉണ്ടായി? അവിടെ ചെന്ന് കേരള ഹൗസിൽ എത്തിയപ്പോ എന്താ മനമാറ്റം ഉണ്ടായി? ധനകാര്യമന്ത്രിക്ക് തിരിച്ചു പോകുന്നില്ലേ? അല്ല, ആത്യന്തികമായി മനമാറ്റം ഉണ്ടായി. അപ്പൊ ഈ രാഷ്ട്രീയപ്രേരിതമായി രാഷ്ട്രീയ അതിപ്രസരത്താൽ പ്രേരിതമാകുമ്പോൾ നീതിബോധമൊക്കെ പോകും. അതിലൊന്ന് പറയാനുള്ളത്, പിന്നെ തോമസ് ഐസക് തിരിച്ചു വന്നത് അത് കേരളത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കേരളത്തിന് ബെനിഫിറ്റ് ആണ്. അത് പിന്നെ അദ്ദേഹത്തിന് നോക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട്. പിന്നെ നേരത്തെ ആ കുട്ടി പറഞ്ഞു, പിന്നെ കേരളത്തിൽ ഒരുപാട് ആളുകൾ 100% സാക്ഷരത ഉള്ള ഒരു സംസ്ഥാനമാണ്. ആ ഒരു സംസ്ഥാനത്ത് ഇതിന് പിന്നെ വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഈ നേരത്തെ സാറ് പറഞ്ഞു GST എന്ന് എഴുതി കാണിച്ചാൽ അത് എന്താന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു രാജ്യമാണ്. ഉദാഹരണം പറഞ്ഞു, നമ്മൾ അവബോധമുള്ളവരാണല്ലോ. ഇന്നലത്തെ മനോരമയിൽ ഒരു ഫുൾ പേജ് മുഴുവൻ, 2 പത്രങ്ങളിലായിട്ട് ഒരു ഫുൾ പേജ് മുഴുവൻ ഇതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ചെറുകിട കമ്പോസിറ്റ് ലെവി ഉൾപ്പെടെയുള്ള ലിസ്റ്റ് ഉൾപ്പെടെ എല്ലാം ചെയ്തു. ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് എത്ര ആളെന്ന് മുഴുവൻ വായിച്ചു എന്ന് പറയുന്നത് ആളുകൾക്ക് കേരളത്തിലെല്ലാവരും വായിക്കുന്നുണ്ട്, എല്ലാം വായിക്കാൻ അറിയുന്നവരാണ്. പക്ഷെ വായിക്കാൻ അറിയാത്ത ഒരുപാട് ആളുകൾ പുറത്തിരിക്കുന്നുണ്ട്. വൈകാരികമായി വരുന്ന ജനങ്ങൾക്ക് പറ്റുന്ന വാർത്ത കൊടുക്കും. പറയുന്നത് എന്ത് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും താക്കോൽപ്പതിലൂടെ സദാചാരം തേടിയുള്ള ചർച്ചകളല്ലാണ്ട് ഇവിടെ എന്താ നടക്കുന്നത്? GSTയെ സംബന്ധിച്ച് പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ പ്രതിപക്ഷത്തുനിന്ന് ശക്തമായ ഒരാളൊരു വാദം നടത്തി, ആ ഭരണകക്ഷി നടത്തി. ഇത് രണ്ടിന്റെയും ഒരു വരിയെങ്കിലും കേരളത്തിലെ ഒരു എല്ലാം ബഹുമാനിച്ചുകൊണ്ട് ഒരു വർത്തമാന പത്രം വന്നില്ല. ഇതാണ് നമ്മുടെ പൗരബോധം. ഇവിടെ കേരളത്തിലെ ആഘോഷമായിട്ട് എറണാകുളത്ത് GST വരവേറ്റ സംസ്ഥാനമാണ് കേരളം. വിയോജിപ്പുള്ള ആളാണ് ഞാൻ പറഞ്ഞു, സംസ്ഥാനങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന സമയത്ത് ഇവിടെ ഒരു വരവേൽപ്പിന് ഒരുങ്ങുന്നത് ശരിയല്ല. സംസ്ഥാനങ്ങൾ പ്രതിഷേധിക്കുക ചെയ്യേണ്ടത് സ്വാതന്ത്ര്യം പോയ സ്ഥിതിക്ക്. പക്ഷെ അദ്ദേഹം അതല്ല ചെയ്ത്, അദ്ദേഹം GST വരവേൽപ്പ് നടത്തിയ ആളാണ്. വലിയ ഗംഭീരമായ വരവേൽപ്പായിരുന്നു എറണാകുളത്ത്. സംസ്ഥാനങ്ങളുടെ സ്വാതന്ത്ര്യം കൈകടത്തിയെന്ന് പറയുന്നത് ശരിയല്ല. GST കൗൺസിലിന്റെ സ്ട്രക്ചർ നോക്കും. GST കൗൺസിലിൽ 2/3 സംസ്ഥാനങ്ങൾക്കുള്ള വോട്ടാണ്. 2/3 2/3 സംസ്ഥാനങ്ങൾക്കുള്ള വോട്ടാണ്. 1/3 ഉള്ളൂ സെൻട്രൽ ഗവൺമെൻറ്റിനുള്ളൂ. പക്ഷേ അവിടെ ഒരു അജണ്ട പാസ്സാകണമെന്നുണ്ടെങ്കിൽ, ഒരു ഐറ്റം പാസ്സാകണമെന്നുണ്ടെങ്കിൽ 4/3 അവിടെ സാർ 4/3 എന്ന് പറഞ്ഞാൽ 75%. സംസ്ഥാനങ്ങൾക്ക് ഒട്ടാകെ 66.7% വോട്ടേ ഉള്ളൂ. സംസ്ഥാനങ്ങൾ എന്തെങ്കിലും ഒരു സാധനം കൂട്ടായിട്ട് പാസ്സാക്കാൻ പറ്റില്ല. പാസ്സാക്കണമെങ്കിൽ 75% വോട്ട് വേണം. അത് സാർ മറന്നു പോവുകയാണ്. കേരളത്തിന്റെ വരുമാനമാണ് നഷ്ടപ്പെടുന്നതും പങ്കുവെച്ചു കൊടുക്കുന്നു. നമ്മൾ ആലോചിക്കണം ഇതൊക്കെ പറയാൻ. സാധാരണക്കാരന് ഈ പറഞ്ഞ അരിയുടെയും മറ്റു പച്ചക്കറിയുടെയും മറ്റെല്ലാ വിഷയങ്ങളും, പച്ചക്കറിക്ക് ഞാൻ പറയട്ടെ 100 രൂപയാണ് വെണ്ടയ്ക്ക് വില. ചോറുണ്ണുന്ന ഒരാളിന് നെല്ല് ചോറ് ഉണ്ടാക്കി കഴിക്കുന്ന അരിയാഹാരം കഴിക്കുന്ന ഒരാളിന് 28 രൂപയ്ക്ക് 30 രൂപയ്ക്ക് അരി ലഭിക്കുമ്പം ഇവിടെ 50 രൂപ കൊടുക്കേണ്ടി വരുന്നു. ഒരു രാജ്യത്തെ പൗരന്മാരാണ്. അത് ഈക്വലൈസ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു. ആ ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നികുതി ഭാരം കുറയ്ക്കുക. ഇതുപോലെ ഇന്ത്യയിലെ ജനങ്ങൾക്കെല്ലാം കഴിയുന്നത്ര പൊതുവായൊരു മാനദണ്ഡത്തെ എത്തിക്കുക. മാഹിയിലേക്ക് പോയൊരു സാധനം വാങ്ങാൻ പോകുന്ന ഒരാളിനെ
അവിടെ കിട്ടുന്നതിനേക്കാൾ 40% വടകരയിൽ 2 കിലോമീറ്റർ ഇപ്പുറത്ത് കൊടുക്കുമ്പോൾ ഒരേ രാജ്യത്തെ ജനങ്ങളാണ് അതിനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എനിക്കൊന്ന് കൺക്ലൂഡ് ചെയ്യണ്ട. ഹർഷന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ തെറ്റാണ് കേട്ടോ. കൂടിയ വില കുറയില്ല എന്നുള്ളത് കുറഞ്ഞിട്ടുണ്ട്. അല്ല, ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന് അതാണ് നമുക്ക് ഇങ്ങനെ എടുത്ത് പറയാൻ കഴിയും. സ്റ്റീൽ എന്ന് പറയാൻ കഴിയും, അരി എന്ന് പറയാൻ കഴിയില്ല. അതാണ് പ്രശ്നം. സ്റ്റീൽ എന്ന് പറയാൻ കഴിയും, അരി എന്ന് പറയാൻ കഴിയില്ല, പച്ചക്കറിയുടെ വില പറയാൻ കഴിയില്ല. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സീസണിൽ കുറയുന്നതേ ഉള്ളൂ. 2004 ഓപ്പൺ മാർക്കറ്റിലെ വില കരിയും പഞ്ചസാരയും കിട്ടുന്ന കാലം ഉണ്ടായി. കുറഞ്ഞില്ലേ? റബ്ബർ ₹1 ഒരു ദിവസം ഒരാളുടെ കയ്യിൽ നിന്ന് കവർന്നെടുക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും അത് ഉണ്ടാക്കുന്ന ഒരു എന്നെ സംബന്ധിച്ച് ഞാൻ കാണുന്നത് വെച്ചാൽ ഷോർട്ട് റൺ ആണെങ്കിൽ ഇപ്പം നമ്മൾ പറയാണ് ഓരോ രൂപ വീതം നമ്മൾ ₹1 അല്ലെന്ന് വിചാരിക്കും. ഈ ₹1 ഒരാളുടെ പേരിൽ നിന്ന് കവർന്നെടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര കോടി രൂപയായി? ഇത് ആരുടെ കയ്യിലേക്കാ പോകുന്നത്? വലിയൊരു ഘടകം. ഈ ഘടകമാണ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ അതന്നെയാണ് ഈ ഒരു കാലയളവിൽ ഈ പണം ആരാണ്? കാരണം 2 മാസം കൊണ്ട് ഇത് പരിഹരിക്കപ്പെടുമെങ്കിൽ ഈ 2 മാസം കൊണ്ടുണ്ടായ വിലക്കയറ്റം ഈ 130 കോടി ആളുകളുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയത് ആരുടെ കയ്യിൽ എത്തി എന്നത് തന്നെയാണ് തീർച്ചയായും നമ്മുടെ പ്രശ്നം. നമുക്ക് സമയപരിമിതി. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിവിടെ ഒരു ഉപഭോക്തൃ വകുപ്പിന് ഒരു മന്ത്രി ഉണ്ടായി, കൺസ്യൂമർ അഫയേഴ്സിന് ഒരു അനക്കൊണ്ടായില്ല. ഈ GST വരുന്നുണ്ട്, ഇവിടെ വിലക്കയറ്റുന്ന സാധ്യതയുണ്ട്. എല്ലാവരും സംശയം പറഞ്ഞിരുന്നു ഈ ആശയക്കുഴപ്പം കച്ചവടക്കാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്തുകൊണ്ട് ആരും അതിനെക്കുറിച്ച് പറയാത്തത്? ഇവിടെ നമുക്ക് ഈ കൺസ്യൂമർ അഫയേഴ്സിന് ഒരു മന്ത്രിയുണ്ട്, ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരെന്താ ചെയ്തത്? കൺസ്യൂമർ അഫയേഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റ് ഈ പ്രശ്നത്തിൽ ശരിക്കും നിങ്ങൾ പറയുന്നത് ഇവിടെ ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ കൺസ്യൂമർ അഫയേഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഇത് ഏറ്റെടുക്കേണ്ടിയുണ്ടായിരുന്നത്. പക്ഷെ അവർ ചെയ്തില്ല. തീർച്ചയായും അതിലേക്ക് അവബോധം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ആദ്യം തന്നെ വേണ്ടിയിരുന്നത്. എന്ത് സംഭവിക്കുമെന്ന് ജനത്തിന് ആദ്യം ഒരു ബോധ്യം ഉണ്ടാവേണ്ടിയിരുന്നു. പ്രത്യക്ഷത്തിൽ ആദ്യ ദിനങ്ങളിൽ വിലക്കയറ്റം തന്നെയാണ് GST നമുക്ക് സമ്മാനിക്കുന്നത്. തുടർന്നങ്ങോട്ട് എങ്ങനെയാണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് എല്ലാവർക്കും.